വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വചനം ജഡമായി തീർന്ന യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവെ അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെത്തിനെയും സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഒരു സീറോ ആയിട്ട്, ഒരു പൂജ്യമായിട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവേ, അവിടുന്ന് ആദ്യനും അന്തിനുമായിട്ടുള്ള സർവശക്തനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ കർത്താവെ, അതിപരിശുദ്ധനായ കർത്താവ്, അവിടുത്തെ മുമ്പാകെ വരുവാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യത! ഇന്നാ കർത്താവെ, പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തുവല്ലോ. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ കഴുകണം. കർത്താവെ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അളവില്ലാതെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ആ സ്നേഹത്തിന്റെ, ജീവന്റെ, കർത്താവെ, ആ കാർക്കശത്തിന്റെ, സത്യത്തിന്റെ വചനങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, അങ്ങയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. മനുഷ്യന്റെ വാക്കുകൾ അത്ര വ്യർത്ഥമാണ്. എന്നാൽ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ കർത്താവെ ശബ്ദം, കർത്താവെ, അത് കാഹളധ്വനി പോലെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ കാതുകളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുന്ന് കർത്താവെ, അവിടുന്ന് കർത്താവെ, ആ ഡ്രൈ ബോൺസിനോട്, ഉണങ്ങിയ അസ്ഥികളോട് കർത്താവെ പ്രവചിച്ച്, കർത്താവെ, അതിന് ശ്വാസൂതി അതിനെ വലിയൊരു സൈന്യമാക്കി തീർത്തതുപോലെ കർത്താവെ, അവിടുത്തെ വചനം, അവിടുത്തെ ആത്മാവ്, അത് ഞങ്ങളിലേക്ക്, കർത്താവെ, ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഞങ്ങളും അവിടുത്തെ സൈന്യമായിട്ട്, ശക്തരായിട്ട്, കർത്താവെ, അവിടുത്തേക്കായിട്ട്, കർത്താവെ, സ്വർഗീയ പോരാട്ടങ്ങൾ പോരാടുന്നവരായിട്ട് അവിടുന്ന് ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തില് അവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 20-ാം അധ്യായത്തില് അതിന്റെ 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 23-ാമത്തെ വാക്യം വരെ നമ്മള് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു. 23 വരെ നമ്മൾ 23 വരെ, 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചല്ല, 23-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തി. അപ്പോ അതെല്ലാം ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം സംഭവിച്ച ആ ഞായറാഴ്ച ദിവസം സംഭവിച്ച കാര്യങ്ങൾ. മഗ്ദലക്കാരത്തി മറിയത്തിന് ആദ്യം പ്രത്യക്ഷപ്പെട്ട കാര്യം നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ മത്തായി 28 കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന, അവര് കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാര് അവര് ദൂതന്റെ ശബ്ദം കേട്ട് അവര് ശിഷ്യന്മാരെ അറിയിക്കാനായിട്ട് ഓടിപ്പോകുമ്പോൾ അവര് ഓടിപ്പോയി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മത്തായി 28 കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. അവര് ഓടിപ്പോകുമ്പോൾ കർത്താവ് അവരെ എതിരേറ്റ കാര്യവും, കർത്താവിന്റെ കാലിലേക്ക് അള്ളിപ്പിടിച്ച് അവര് കർത്താവിനെ ആരാധിച്ചതായിട്ട്, നമസ്കരിച്ചതായിട്ടൊക്കെ നമ്മൾ മത്തായി 28-ാം അധ്യായത്തിലെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അതിനുശേഷം കർത്താവ് എമ്മാവൂസിലുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുന്നതും, എമ്മാവൂസിലുള്ള ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ക്ലെയോപ്പാവും, ഒരുപക്ഷെ ക്ലെയോപ്പാവിന്റെ ഭാര്യ ആയിരുന്നിരിക്കണം ആ ശിഷ്യന്മാരെ. ക്ലെയോപ്പാവിന്റെ പേര് അവിടെ ലൂക്കോസ് 24 നമ്മൾ വായിച്ചു. ഒരുപക്ഷെ അവർ വീട്ടിലേക്ക് ചെന്നു എന്ന് പറയുമ്പോൾ ക്ലെയോപ്പാവിന്റെ ഭാര്യ ആയിരിക്കും മറ്റേ ശിഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തി. പിന്നീട് അതിനിടയിൽ കർത്താവ് പത്രോസിന് പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ ലൂക്കോസ് 24-ന്റെ 34-ാമത്തെ വാക്യത്തിൽ നിന്നൊക്കെ പത്രോസിന് പ്രത്യക്ഷപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എമ്മാവൂസിലെ ശിഷ്യന്മാർ വന്ന് ബാക്കി ശിഷ്യന്മാരോട് പറയുമ്പോൾ ഓൾറെഡി പത്രോസിന് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നു. അത് 1 കൊരിന്ത്യർ 15-ന്റെ 5-ാമത്തെ വാക്യം നമ്മളൊരു റെഫറൻസ് ആയിട്ട് കണ്ടു. പത്രോസിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടെ. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള 10 ശിഷ്യന്മാർക്ക്, 10 ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ എന്താ, കർത്താവ് 12 ശിഷ്യന്മാരല്ലായിരുന്നു. യൂദാസ് പോയി, പിന്നെ ആരും ഇല്ലായിരുന്നു അവിടെ ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ. തോമസ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ 24-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 20-ാം അധ്യായത്തിന് 24 നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദമോസ് എന്ന തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. ദിദമോസ് എന്ന തോമസ്, അപ്പം തോമസിനൊരു വിളിപ്പേരുണ്ടായിരുന്നു, ദിദിമോസ്. അപ്പം തോമസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇരട്ട. തോമസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ട്വിൻ എന്നാണ്. അപ്പൊ അത് തോമസ് എന്നുള്ള ആ ഒരു പദം ഈ പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ തോമിം എന്നുള്ള ആ വാക്ക് തന്നെയാണ്. യാക്കോബ്, യേശാവ് ഒക്കെ ഇരട്ടകളായിരുന്നു എന്നൊക്കെ പറയുന്നത് എബ്രായ ഭാഷയിലാണല്ലോ പഴയ നിയമം എഴുതിയിട്ടുള്ളത്. അപ്പം ആ തോമസ് എന്നുള്ള വാക്കിനർത്ഥം ട്വിൻ എന്നുള്ള ആണ് ആ വാക്കിനർത്ഥം. ദിദമോസ് എന്നുള്ള വാക്കിനർത്ഥം ടു ഫോൾഡ്, ഇരട്ടിപ്പ് എന്നുള്ളൊരർത്ഥം, ഇരട്ടിപ്പ് എന്നുള്ളൊരർത്ഥം. അപ്പൊ അങ്ങനെ തോമസിനൊരു വിളിപ്പേരും ഉണ്ടായിരുന്നു, ദിദമോസ്. അത് നമ്മൾ ഈ തോമസിനെ കുറിച്ച് നമ്മൾ ബൈബിളില് എവിടേക്കാണ് നമ്മൾ കാണുന്നത്? ഈ യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മൾ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, പിന്നെ 20-ാം അധ്യായത്തിൽ, പിന്നെ 21-ാം അധ്യായത്തിൽ ഒരു റെഫറൻസ് കാണുന്നുണ്ട്. അപ്പം തോമസിനെ കുറിച്ച് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ തോമസ് ആണ് നമ്മുടെ കേരളക്കരയിൽ സുവിശേഷം ആദ്യം എത്തിച്ചത്. അറിയാവോ ആര്? ആദ്യം സുവിശേഷം ആദ്യം കർത്താവിന്റെ അപ്പോസ്തലന്മാരിൽ തോമസിനെ ആ ദൈവം സെലക്ട് ചെയ്ത് നമ്മുടെ കേരളക്കരയിൽ AD 54
തോമസ് കേരളത്തിൽ ആദ്യം വന്ന് സുവിശേഷം അറിയിച്ച് അതിനുശേഷം പിന്നെ തമിഴ്നാട്ടിലേക്ക്, ചെന്നൈയിലേക്കൊക്കെ പോയി അവിടെ മൈലാപ്പൂർ വെച്ചാണ് തോമസ് രക്തസാക്ഷിത്വം വഹിക്കുന്നത്. സെന്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന ആ സ്ഥലമൊക്കെ ഇപ്പോഴും ചെന്നൈയിലുണ്ട്. അവിടെ അപ്പം അങ്ങനെ കർത്താവിൻ്റെ രക്തസാക്ഷിയായി തീർന്ന കർത്താവിൻ്റെ അരിമശിഷ്യനായിരുന്ന കർത്താവിനെ ആ 3.5 വർഷക്കാലം പത്രോസിനെ, യാക്കോബിനെ, യോഹനാനെയൊക്കെ പോലെ കർത്താവിനെ പിൻഗമിച്ച ആ ഒരു 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അപ്പോസ്തലനായ തോമസ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ തോമസിന്റെ ആ ഒരു മെൻഷൻ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം കാണുന്ന അവിടെ നമ്മൾ ലാസറസിനെ ഉയർപ്പിക്കാൻ പോകുന്ന ഒരു സമയത്ത് എന്താ അവിടെ തോമസ് പറയുന്നൊരു കാര്യമുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മളിവിടെ വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 11-ന്റെ 16-ാമത്തെ വാക്യം, ദിദിമോസ് എന്ന് പേരുള്ള തോമസ്, മലയാളത്തിലെ തോമാസ് അല്ലെ, തോമാസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകുക എന്ന് പറഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് മുമ്പേ കർത്താവ് നമ്മൾ അവിടെ അതിന്റെ ആ ഒരു സന്ദർഭമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ലാസറസ് അസുഖമായിട്ട് കിടക്കുവാണെന്ന് അറിഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? വേഗം പോയി കാണാന്ന് വിചാരിച്ചോ? ഇല്ല, കുറച്ചുകൂടെ ഒന്ന് താമസിച്ചിട്ട് പോയി കാണാന്ന് വിചാരിച്ചു. നമ്മൾ മാനസികമായിട്ട് ചിന്തിച്ചാൽ കർത്താവ് എന്ത് പണിയായി കാണിക്കുന്നത്? ഒരാൾ അസുഖമായിട്ട് കിടക്കുന്നു പറയുമ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോവാന്ന് കർത്താവ് പറയുന്നൊരു കാര്യം നമ്മളവിടെ അതിന് തൊട്ട് മുമ്പുള്ള 6-ാമത്തെ വാക്യത്തിലൊക്കെ, എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. കർത്താവിന് അറിയാം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് അങ്ങ് മുമ്പോട്ട് പോയാൽ മതി. യേശുവും നമ്മെപ്പോലൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നത് ലാസറസിനെ ഉയർപ്പിക്കും എന്നുള്ള കാര്യമൊക്കെ എല്ലാത്തിൻ്റെയും ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ടുള്ള ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം കർത്താവിനെ എത്രമാത്രം പരിശുദ്ധാത്മാവിലൂടെ പിതാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നിട്ടല്ലാതെ പുത്രനൊന്നും സ്വതവേ ചെയ്യുന്നില്ലെന്നാണ് ഇതേ കർത്താവ് യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പം അവിടെ ഈ ലാസറസിനെ ഉയർപ്പിക്കാൻ പോകുന്ന ഒരു രംഗമാണ്. എന്ന് 2 ദിവസം താമസിക്കുക എന്ന് പറയുമ്പോൾ അത് മാനസികമായിട്ട് വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യം. ഒരാൾ അസുഖമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അയാളെ സൗഖ്യമാക്കണം, അയാളെ റെസ്റ്റോർ ചെയ്യണം, യഥാസ്ഥാനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകണമെന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ യേശു അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രേരണയ്ക്ക് അനുസരിച്ച് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെയുള്ള ആ ഒരു പ്രേരണയ്ക്ക് അനുസരിച്ച് കർത്താവ് മുമ്പോട്ട് നീങ്ങിയുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാം എത്രയും പെട്ടെന്ന കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ അതാ നമുക്ക് മാനസികമായിട്ടുള്ള നമ്മളുടെ ബുദ്ധിയിലുള്ള കാര്യങ്ങൾ. എന്നാൽ ചില കാര്യങ്ങളിൽ ദൈവത്തിൻ്റെതായ ഒരു സമയത്തിനായിട്ട് കാത്തിരിക്കാനും ദൈവത്തിൻ്റെതായ പ്രേരണയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് നീങ്ങുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. ഞാൻ തോമസിനെ കുറിച്ച് പറഞ്ഞു വരുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ കർത്താവിൻ്റെ ആ ഒരു സ്വഭാവ വിശേഷം കൂടെ നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയും നമ്മൾ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ കണ്ടായിരുന്നു. എന്താ കണ്ടേ? സമാഗമന കൂടാരം അവിടെ മരുഭൂമിയിൽ അവര് കനാന്യ ദേശത്തേക്ക് പ്രയാണം ചെയ്യുമ്പോൾ ആ സമാഗമന കൂടാരത്തിന്റെ മേളിൽ അഗ്നിയായിട്ടും മേഘമായിട്ടും ഒരു പില്ലറായിട്ട്, ഒരു സ്തംഭമായിട്ട്, രാവിലെ പകൽ സമയത്ത് മേഘസ്തംഭം തണലായിട്ട്, രാത്രിയിൽ അഗ്നിസ്തംഭമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു ഗൈഡൻസ്, ഒരു വഴിനടത്തലായിരുന്നു അന്ന് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ അഗ്നിസ്തംഭം രാത്രിയിൽ അവരെ വഴി നടത്തും, മേഘസ്തംഭം പകൽ സമയത്ത് അവരെ വഴി നടത്തും. അപ്പം മേഘസ്തംഭവും അഗ്നിസ്തംഭവും മുമ്പോട്ട് നീങ്ങുന്നതിനനുസരിച്ച് മാത്രമേ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. മേഘസ്തംഭം എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ചായിരുന്നു അവർ മുമ്പോട്ട്. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു വഴി നടത്തൽ നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിലും എങ്ങനെ ഓരോ കാര്യത്തിലും കർത്താവിന്റെ ഒരു സമാധാനം നമ്മൾ ഓരോ പല നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു, ഇത് ചെയ്യണോ അത് ചെയ്യണോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കണോ വേണ്ട എന്ന് വചനത്തിൽ നോക്കിയാൽ വചനത്തിൽ നമ്മൾ ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യണമെന്നോ എല്ലാത്തിനും ക്ലിയർ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള വളരെ പ്രിൻസിപ്പിൾസ്, വളരെ പൊതുവായിട്ടുള്ള ചില പ്രമാണങ്ങളാണ് വചനത്തിൽ നമുക്കുള്ളത്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ, ചില ഇത് വാങ്ങിക്കണോ അല്ലെങ്കിൽ ചിലരോട് ഇങ്ങനെ സംസാരിക്കണോ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് നമ്മളൊരു നല്ല മനസ്സാക്ഷിയുടെ മുമ്പാകെ ആയിരുന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മൾക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെ എനിക്കൊന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ മാത്രം മതി എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലൊരു ജീവനും സമാധാനവും തരും. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനമാണ് നമ്മൾ എവിടെ വായിക്കുന്നത്? റോമർ 8-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ചിന്തയ്ക്ക് അനുസരിച്ച് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ആ ഒരു സജീവത, ഒരു ജീവനും സമാധാനത്തിനനുസരിച്ച് അങ്ങനെ യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചത്. കർത്താവ് എപ്പോഴും യേശു പിതാവിന്റെ ശബ്ദം ഇങ്ങനെ ഒരു വലിയ ശബ്ദമായിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരു ശബ്ദമായിട്ട് കർത്താവ് കേട്ടുകൊണ്ടാണ് ഈ ഭൂമിയിൽ യേശു ജീവിച്ചതല്ല.
അങ്ങനെ കേൾക്കുന്ന ഒരു 3 സന്ദർഭം മാത്രമേ നമ്മൾ വചനത്തിൽ വായിക്കുന്നുള്ളൂ. കർത്താവിൻ്റെ ആ ഒരു ബാപ്റ്റിസത്തിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് കേൾക്കുന്നുണ്ട്, പിന്നെ മറുരൂപമലയിൽ കേൾക്കുന്നുണ്ട്, മത്തായി 3-ാം അധ്യായത്തിൽ സ്നാനത്തിൻ്റെ സമയത്ത്, മത്തായി 17-ാം അധ്യായത്തിൽ മറുരൂപമലയിൽ, പിന്നെ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവിൻ്റെ ആ 3.5 വർഷക്കാരൻ ശുശ്രൂഷയിൽ 3 തവണ ആ ശുശ്രൂഷയുടെ ആരംഭത്തിലും നടുവിലും ഒടുക്കത്തിലും ഒക്കെയാ അങ്ങനെ ഒരു ശബ്ദം കേട്ടതായിട്ടൊക്കെ യോഹന്നാൻ 12-ന്റെ അതിൽ 28 നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആ ശുശ്രൂഷ അവസാനിക്കാറാവുന്ന സമയത്ത് കർത്താവ് ക്രൂശിലേക്കൊക്കെ പോകാൻ പോകുന്ന ആ തുടക്കം 13-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാലം എഴുതുന്ന 12-ന്റെ 28 ആ ഒരു ശബ്ദം കേൾക്കുന്നതായിട്ട് വായിക്കുന്നത്. അപ്പം യേശു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് ചോദിച്ചാൽ കർത്താവ് ദൈവമുമ്പാകെ പിതാവിൻ്റെ മുമ്പാകെ എപ്പോഴും ഒരു വട്ടപൂജ്യമായിട്ട് തന്നെ താഴ്ത്തി ഒരു 0 ആയിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മ എപ്പോഴും യേശുവിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്നു. യേശു തൃത്വത്തിൽ രണ്ടാമനായതുകൊണ്ട് പരിശുദ്ധാത്മാവ് അളവില്ലാതെ വന്ന് നിറഞ്ഞതല്ല, കർത്താവ് തന്നെ സമ്പൂർണ്ണമായിട്ടും പിതാവിന് മുമ്പാകെ താഴ്ത്തി ഏൽപ്പിച്ചത് കൊണ്ട് പരിശുദ്ധാത്മാവ്, ശരിയാണ്, കർത്താവ് തൃത്വത്തിൽ രണ്ടാമൻ തന്നെ, കർത്താവ് സർവശക്തനായ ദൈവം തന്നെ, എന്നാൽ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ തന്നെ ഒഴിച്ചൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് ഫിലിപ്പിയർ 2-6-7 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവ് തന്നെ ഒഴിച്ചെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ആ സർവ്വജ്ഞാനവും സർവ്വശക്തിയും എല്ലാം ഒഴിച്ച് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന കർത്താവ് ജീവിച്ച്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഓരോ കാര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവശ്യം, നമുക്ക് പാപത്തെ ജയിക്കാനാണെങ്കിലും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വഴി നടത്തൽ അറിയാനാണെങ്കിലും പരിശുദ്ധാത്മാവിനെ നമുക്ക് എത്രയധികം ആവശ്യമുണ്ടോ അതുപോലെ തന്നെ യേശുവിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പം യേശു എല്ലാ അത്ഭുതമൊക്കെ ചെയ്ത ആളല്ലേ, അപ്പോൾ കർത്താവിന് അങ്ങനെയൊന്നും ആവശ്യമില്ലായിരുന്നു നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഇതേ യോഹന്നാൻ 5:19 കർത്താവ് എന്താ പറയുന്നത്? പുത്രന് സ്വന്തമായിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല, പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതല്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം പിതാവ് ചെയ്ത് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിൽ പരിശുദ്ധാത്മ തരുന്ന ആ ഒരു മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഏത് വഴിയിലൂടെ ചിലയിടത്ത് കർത്താവിനോട് അവര് കുറച്ചുകൂടെ സമയം പത്രോസിന് അമ്മായിയമ്മയൊക്കെ ഹീൽ ചെയ്തതിന് ശേഷം മർക്കോസ് 1-ാം അധ്യായത്തിൽ അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അവര് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്, നീ ഇവിടെ തന്നെ തങ്ങണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ല, എനിക്ക് വേറെയും ചിലയിടങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്, ഇതിനായിട്ടല്ലോ ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ആ ഒരു കർത്താവിൻ്റെ ജീവിതത്തിലെ പിതാവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു മേഘസ്തംഭം ഇന്നൊരു ഡയറക്ഷനിലേക്ക്, അതായത് ഞാനീ പറയുന്നത് എന്തെങ്കിലും എന്തോ അപ്രായോഗികമായിട്ടുള്ള ഭയങ്കര ഉട്ടോപ്യൻ ഐഡിയ അല്ല ഈ പറയുന്നത്, മറിച്ച് നമ്മളുടെ പ്രായോഗികമായിട്ടുള്ള നമ്മളുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ കർത്താവ് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട എന്നുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്കിത് അനുഭവിക്കാനൊക്കും. ഓരോ കാര്യത്തിലും കർത്താവിൻ്റെ ഒരു പ്രേരണ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും, ചില സമയത്ത് ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ നമുക്ക് അവിടെ ഒരു ഫ്രീഡം ഇല്ല, എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി. ഞാൻ തന്നെ ഇങ്ങനെ നാവിനെ കടിഞ്ഞാണിടാത്തവൻ്റെ ഭക്തി വ്യർത്ഥമാണെന്ന് യാക്കോബ് 1:26 പറയുമ്പം നമ്മളായിട്ട് എന്തെങ്കിലും ഈ കടിഞ്ഞാണിട്ട് ഞാനിനി നാവിനെ കടിഞ്ഞാണിടണം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെ നാവിൻ്റെ ഒരു കടിഞ്ഞാണായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പല സമയത്ത് ചില കാര്യങ്ങളിൽ ഒന്നും മിണ്ടാതിരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും പറയണമെങ്കിലോ പരിശുദ്ധാത്മാവ് തന്നെ കടിഞ്ഞാണ്. നമുക്കിനിപ്പോൾ നമ്മുടെ സ്വന്തത്തിൽ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ തന്നെ നമ്മുടെ ഒരു കടിഞ്ഞാണുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കടിഞ്ഞാണുണ്ട്, നമുക്കത് പറയാനൊക്കത്തില്ല. ഈ നാവ് കർത്താവിൻ്റെ നാവ, എൻ്റെ നാവല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്നും പറയാതിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ സംസാരിക്കണം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ കാര്യത്തിൽ നമ്മളുടെ വാക്കുകൾ സംസാരിക്കുന്ന കാര്യത്തിലായാലും നമ്മളെ എന്താണ് പറയുന്നത്, നമ്മളെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ ആകുമ്പോഴും യേശുവാണ് നമുക്ക് എല്ലാത്തിലും മാതൃക. കർത്താവ് ലാസറസ് ദീനമായിരിക്കുന്നത് കേട്ട് കർത്താവ് അവിടെ എന്ത് ചെയ്തില്ല, കർത്താവ് സ്വാഭാവികമായിട്ട് ഒരാൾ ദീനമായിരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകാൻ തോന്നും. പക്ഷേ കർത്താവ് അപ്പോഴും യേശുവിനോട് യേശു എപ്പോഴും പിതാവിനോട് ആലോചന കേട്ടു. അതായത് ഭക്ത് സിംഗിന്റെ ഒരു ജീവിതത്തിലെ ഒരു ഉദാഹരണം ഞാനിങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടിട്ടുള്ളതാ. ഭക്ത് സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഗ്ബറിന്റെ ഒക്കെ തന്നെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് വേറെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഭക്ത് സിംഗ്. അദ്ദേഹം കല്യാണ വിവാഹമൊക്കെ നടത്തി ബ്രദറിന്റെ സാഗ്ബറിന്റെയും ആൻസിസ്റ്ററിന്റെയും വിവാഹത്തിന്റെ പ്രപ്പോസൽ കൊണ്ടുവരികയും അത് സോളമനൈസ് ചെയ്യുകയൊക്കെ ചെയ്ത് വലിയൊരു ദൈവമനുഷ്യനായിരുന്നു ഭക്ത് സിംഗ്. ഒരുപാട് ഭാരതം കണ്ട വലിയൊരു അപ്പോസ്റ്റലായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് ചർച്ചസ് പ്ലാൻ ചെയ്യാനും ഒക്കെ, എസ്പെഷ്യലി ആന്ധ്രയിലും ബാക്കി പലയിടങ്ങളിലും ഒക്കെ അങ്ങനെ ഇപ്പം ഭക്ത് സിംഗിന്റെ ജീവിതത്തിലെ ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം. നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല. അത് പക്ഷെ ഞാൻ ഇവരെയും വായിച്ചതല്ല, വേറൊരു പ്രസംഗത്തിൽ കേട്ടതാ. അപ്പോൾ ഭക്ത് സിംഗിന് ഒരു ദിവസം മുടി വെട്ടാൻ ഇങ്ങനെ
ഇന്ന് പോകണോ? അപ്പൊ ആ കാര്യത്തിൽ പുള്ളി ദൈവത്തോട് അലറി ചോദിച്ചു. അപ്പൊ ഇന്ന് പോകാൻ പുള്ളിക്ക് ഒരു പ്രേരണയില്ല. ഒരു അപ്പൊ അതിനുശേഷം പിന്നെയും എത്ര ദിവസം തന്നെ ഓർമ്മയില്ല. പിറ്റേ ദിവസം ദൈവമേ ഇന്നും മുടി വെട്ടാൻ പോകണം, വേണ്ട. കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം കണ്ട് ദൈവത്തിന്റെ ഒരു പ്രേരണയായി. നമ്മളതിൽ മുടി വെട്ടാൻ വേണ്ടി പ്രേരണ ചോദിക്കണമെന്ന് ഞാൻ പറയുമല്ല, അതൊരു ഉപദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം വഴി നടത്തിയൊരു കാര്യം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ഒരു ഫ്രീഡം. ചില കാര്യങ്ങൾ ശരിയാണ്, നമുക്ക് ദൈവം പല സാഹചര്യങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയൊക്കെ ദൈവം നമ്മളെ വഴി നടത്തും. എന്നാൽ ദൈവാത്മാവിന്റെ ഒരു ഇന്നർ വിറ്റ്നസിന്റെ കാര്യം ഞാൻ പറയൂ. അപ്പം അദ്ദേഹം അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം കണ്ട് ദൈവത്തിന്റെ പ്രേരണ ഉണ്ടായിരുന്നു. പുള്ളി മുടി വെട്ടാൻ പോയിന്ന് മാത്രമല്ല, ബാർബറോട് സുവിശേഷം പറഞ്ഞ പുള്ളി രക്ഷിക്കപ്പെടുകയും ചെയ്തതായിട്ടാണ് അത് ആ ഒരു അത് അതിന്റെ ഒരു ഒരു ചരിത്ര സംഭവമായിട്ട്, അങ്ങനെ ഒരു ടെസ്റ്റിമണി ആയിട്ട്, സാക്ഷ്യമായിട്ട് കേട്ടുള്ളത്. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളതുപോലെ നമുക്ക് ദൈവം തരുന്ന ഒരു ഫ്രീഡം അനുസരിച്ച് അപ്പൊ കർത്താവ് അങ്ങനെ ഒരു ജീവിതം ജീവിച്ചെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ തോമസിന്റെ കാര്യം പറയാൻ വന്നപ്പോൾ നമ്മൾ യോഹന 11 ഞാൻ ഇന്ന് വന്നതാ. അപ്പൊ യോഹന 11 കർത്താവിന്റെ ആ ഒരു സ്വഭാവം നമ്മൾ കാണാതെ പോകരുതല്ലോ. കർത്താവ് എത്രമാത്രം പിതാവിനെ കർത്താവ് ആ ദീനമായിരിക്കുന്ന ലാസറസിനെ ഉയർപ്പിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു. എന്താ, മരിച്ച് 4-ാം നാളിൽ നാറ്റം വെക്കുന്ന സമയത്ത് നിന്ന് ഉയർപ്പിച്ചത്. അപ്പൊ ചില കാര്യങ്ങളിൽ ദൈവം നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് ഇടപെട്ടില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉടനെ ഉത്തരം കിട്ടാനില്ല, അപ്പൊ അതുകൊണ്ട് ദൈവം എന്നെ മറന്നു കാണുമായിരിക്കും, ദൈവത്തിന് എന്നോട് സ്നേഹമില്ലായിരിക്കും നമ്മൾ വരിക്കും. പക്ഷെ ചില സമയത്ത് വെയിറ്റ് ചെയ്ത് ചില ഉത്തരങ്ങൾ കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ആ സമയത്ത് ആ വെയിറ്റ് ചെയ്തുള്ള ഉത്തരത്തിന്റെ സമയത്തായിരിക്കും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നുറുങ്ങി, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് താഴ്ന്ന്, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ദൈവമുമ്പാകെ ഒന്ന് കൂടുതൽ ആശ്രയബോധത്തോടെ ആ ഉത്തരത്തിനായിട്ട് ഒരു പക്വതയോടെ നമ്മളായിരിക്കുന്നത്. ആ ഒരു പാകതയിലായിരിക്കുമ്പോഴായിരിക്കും ദൈവത്തിന് ഉത്തരം കിട്ടുമ്പോൾ നമുക്കത് കൂടുതൽ ദൈവനാമ മഹത്വത്തിനായിട്ടായി തീരുന്നതും. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം തന്നെ ഉത്തരം കിട്ടിയതെങ്കിൽ നമ്മൾ പറയും, എന്റെ പ്രാർത്ഥനയുടെ മിടുക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഉത്തരം തന്നു, അപ്പൊ ഞാൻ ആരാണ്, വലിയ പ്രാർത്ഥനക്കാരിയാണ്, ഞാൻ വലിയ പ്രാർത്ഥനക്കാരനാണ് എന്നുള്ളത് നമ്മൾക്കായിരിക്കും മഹത്വം. എന്നാൽ ചില സമയത്ത് അവിടെ ഒരു ഡിലേ വന്നിട്ട് ഉത്തരം കിട്ടുമ്പോൾ എല്ലാം നെല്ലിപ്പല കഴിഞ്ഞപ്പോൾ കർത്താവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, അത്രയും. ഇപ്പൊ ഈവൻ മാർത്തയും മറിയൊക്കെ കർത്താവ് വേഗം വന്നങ്ങ് സുഖമാക്കും. കർത്താവ് പലരെയും സുഖമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പം മാർത്തയുടെയും മറിയത്തിന്റെയും വീട്ടില്, ലാസ്രസിന്റെയും വീട്ടിലെ കർത്താവ് മാത്രം ആദ്യത്തെ മര്യാദ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഇപ്പൊ ലാസ്രസ് സ്വാധീനമായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കർത്താവ് വന്നങ്ങ് പെട്ടെന്ന് സുഖമാക്കിയെന്നുണ്ടെങ്കിൽ, കർത്താവ് ഞങ്ങളുടെ കർത്താവ് വന്നത്, ഞങ്ങളുടെ യേശു കർത്താവ് വന്ന് ഞങ്ങളുടെ സഹോദരനെ സുഖമാക്കിയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവരോടും സാക്ഷിയൊക്കെ പറയാന്നൊക്കെ സഹോദരിമാരൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നു. ലാസറസ് ഇങ്ങനെ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. ദൈവം കർത്താവ് വരുന്നുമില്ല, കർത്താവിനെ ആളെ അയച്ച് വിടാൻ നോക്കിയിട്ട് കർത്താവ് വരുന്നുമില്ല. അവസാന ശ്വാസവും പോയി. അപ്പോൾ കർത്താവ് ഇപ്പോഴെങ്കിലും വരുമായിരിക്കും. പിന്നെ കല്ലറയിലും വെച്ച് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ്, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ്, മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ്, നാലാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നാറ്റം വെക്കുന്ന സമയമായി. ഇനിയിപ്പം സാരമില്ല, കർത്താവ് അങ്ങനെ ആയിരിക്കും. അവരുടെ ആ സ്വയത്തിന്റെ നെല്ലിപ്പലക കണ്ടപ്പോഴത്തേക്കും എഴുന്നള്ളി വരുന്ന ആരാ, കർത്താവ്. അവിടെയാണ് കർത്താവ്. നമ്മുടെ ആ സ്വയശക്തിയുടെ ഒരു നെല്ലിപ്പലകയിലാണ് കർത്താവിന്റെ ആ സമയമായത്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെതായ സമയത്ത് അപ്പൊ അവർക്ക് പിന്നെ മാർത്തയ്ക്കും മറിയത്തിനും ഒന്നും വലിയ അവര് മറിയം പറയുമെന്ന് അറിയത്തില്ല, എന്നാലും മാർത്ത എന്തായാലും പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് വന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചാണ്. അപ്പൊ മാർത്തയ്ക്ക് എന്ത് ചെയ്യാനില്ല, എന്ന് വമ്പ് പറയാനൊന്നുമില്ല. കർത്താവിന്റെ കരുണ ഞങ്ങൾക്ക് ഒന്നും അർഹതയില്ല, കർത്താവ് വന്ന് കർത്താവിന്റെ നാമത്തെ കർത്താവ് മഹത്വപ്പെടുത്തി എന്നുള്ളൊരു കാര്യം അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെതായ ചില സമയങ്ങൾ, ദൈവത്തിൻ്റെതായ ലീഡിങ്ങിനനുസരിച്ചൊക്കെ പോകുമ്പം ചില കാര്യങ്ങൾ അവർ ഡിസപ്പോയിൻമെന്റ്സ് ആർ ഹിസ് അപ്പോയിൻമെന്റ്സ് എന്ന് പറയും. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഡിസപ്പോയിൻമെന്റ്, നമ്മളുടെ ചില നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങളെല്ലാം കർത്താവിന് അപ്പോയിൻമെന്റ് ആയിട്ട് കർത്താവ് അത് എൻ്റെ ജീവിതത്തിലേക്കും, നമ്മൾക്ക് ഓരോരുത്തർക്കും അത് പറയാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യത്തിലോ നമുക്ക് വല്ലാത്ത നിരാശയോ പ്രയാസമോ ഒക്കെ ഉണ്ടായിട്ടുള്ള ആ സന്ദർഭങ്ങളിലൂടെ നമ്മളെ ദൈവം കടത്തിവിട്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇന്ന് നമ്മളാക്കി തീർക്കാൻ, ഇന്ന് ദൈവകൃപയാൽ എന്തായിരിക്കുന്നു അതാക്കി തീർക്കാനായിട്ട് ദൈവത്തിന്റെ വലിയ അപ്പോയിൻമെന്റ്സ് ആയിരുന്നു അന്ന് ദൈവം ചെയ്ത ചില ശിക്ഷണങ്ങളോ, ചില പ്രയാസങ്ങളോ, ചില രോഗാവസ്ഥകളോ, ചില ഞെരുക്കങ്ങളോ, ചില നുറുങ്ങുന്ന അനുഭവങ്ങളോ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ആ കർത്താവ് എത്രമാത്രം പിതാവിന്റെ പ്രേരണക്കനുസരിച്ച് നീങ്ങി. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 14 യോഹന്നാൻ 11 ഞാൻ തോമസിലേക്ക് വരുവാണ്. തോമസിനെ കുറിച്ച് 3 തവണയാണ് ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. അത് നമ്മളിപ്പോൾ 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില്ല ഒരു റെഫറൻസ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പത്തെ കോണ്ടെക്സ്റ്റ് ഞാൻ 14-ാമത്തെ വാക്യം വായിക്കുക. യോഹന്നാൻ 11:14
അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് ലാസറസ് മരിച്ചുപോയി, അതിനു മുമ്പ് ഉറങ്ങുവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കൊന്നും കത്തിയില്ല. അവർ തിരിച്ച് ശരിക്കും ഉറങ്ങുന്ന കാര്യം കർത്താവ് പറഞ്ഞു. അപ്പം കർത്താവ് പിന്നെ കുറച്ചുകൂടെ അങ്ങ് തെളിയിച്ചങ്ങ് പറഞ്ഞു ലാസറസ് മരിച്ചുപോയി. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇല്ല ഞാൻ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ എന്ന് Jesus said to them plainly, Lazarus is, and I am glad for your sakes that I was not there, so that you may believe, but let us go to him. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവാന്നുള്ള കാര്യമൊന്നും ഇവർക്ക് കത്തുന്നില്ല. അപ്പൊ ഇവർക്ക് കർത്താവ് എന്ത് പറയുന്നത്? നിങ്ങളെ വിചാരിച്ച് ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ഫോർ യുവർ സേക്സ്, നിങ്ങളെ വിചാരിച്ച് ഞാൻ സന്തോഷിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ, ആ ഉയർത്തെഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോവുക എന്ന് പറഞ്ഞു. ഇപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും തോമസിനൊന്നും മനസ്സിലായി കാണത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ലാസറസ് മരിച്ചു, ഇനിയിപ്പോൾ നമുക്കും പോയി മരിക്കാതെ. ഇപ്പൊ ആ പാടെ എല്ലാം കൂടി ഒരു പെസിമിസ്റ്റിക് ആയിട്ട്. അപ്പൊ ദിദമോസ് എന്താ പറയുന്നത്? ദിദമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോവുക എന്ന് പറഞ്ഞു. അപ്പൊ അതെ, ലെറ്റ് us ഓൾസോ ഗോ സോ ദാറ്റ് വി മേ ഡൈ വിത്ത് ഹിം. കർത്താവിനോട് കൂടി മരിക്കാനായിട്ട് ദിദുമോസ് എത്രമാത്രം എല്ലാം ഉൾക്കൊണ്ടാ പറഞ്ഞെന്നുള്ള കാര്യം നമുക്കറിയത്തില്ലെങ്കിലും എന്തായാലും കർത്താവിൻ്റെ കൂടെ അങ്ങ് പോവുക എന്ന് പറയുന്ന ആ ഒരു തോമസിന്റെ ആ ഒരു സംസാര ശൈലി, തോമസിന്റെ ആ ഒരു കർത്താവിനോടുള്ള ഒരു മമതയും സ്നേഹയും, എന്തായാലും മരണമായാലും എന്തായാലും കർത്താവിനോട് കൂടെ നമുക്കങ്ങ് പോകാം എന്ന് പറയുന്ന ആ ഒരു തോമസിന്റെ വാക്കുകളെ നമ്മളവിടെ കാണുന്നത്. പിന്നെ നമ്മൾ തോമസിനെ കാണുന്ന ഈ യോഹന 20-ാം അധ്യായത്തിൽ, ഇനി യോഹന 21-ാം അധ്യായത്തിലും തോമസിന്റെ മെൻഷനും 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അത് യോഹന 21-ാം അധ്യായത്തിന്റെ 20-ാം അധ്യായം നമ്മളിപ്പം കാണാൻ പോകുന്ന പോർഷനാണല്ലോ. 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസ് എന്ത് ചെയ്തു? ഇനിയിപ്പം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ഒന്നും പറ്റത്തില്ല, അപ്പോസ്തലന്റെ ജോലിയൊക്കെ ഒന്നും പയറ്റിയിട്ടൊന്നും നടക്കുന്നില്ല. എന്താ, ഞാൻ 3 തവണ കർത്താവിനെ തള്ളി പറഞ്ഞു, കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്തു, പിന്നെയും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു, പിന്നെ തോമസും ഒക്കെ ആയിരുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. എങ്കിലും പത്രോസിനൊന്നും ഒരു കാര്യങ്ങളൊന്നും അത്ര അങ്ങ് വല്ലാതെ നിരാശയും കാര്യങ്ങളും ഒക്കെ അങ്ങ് ആയി. ഇനിയിപ്പോൾ നമുക്കങ്ങ് വീൽ ഗോ ഫിഷിങ്, നമുക്ക് ഐ എം ഗോയിങ് ഫിഷിങ്, ഞാൻ മീൻ പിടിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലായിട്ട് മീൻ പിടിക്കാൻ പോകാന്നല്ല, ഞാനങ്ങ് ഇപ്പം മീൻ പിടുത്തം എന്നെ തൊഴിലാക്കാൻ പോകാം. ഐ എം ഗോയിങ് ടു ഫിഷ് എന്ന് പറഞ്ഞാൽ ഐ എം ഗോയിങ് ഫിഷിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയിപ്പം വള്ളവും വലയൊക്കെ ആയിട്ട് തിരിച്ച് ഞാൻ ഇട്ടെറിഞ്ഞ വള്ളവും വലയൊക്കെ അതിലേക്ക് അങ്ങ് പോവുക. ഇനിയിപ്പം അപ്പോസ്തലനാവാനൊന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പത്രോസിന്റെ കൂടെ ആരും കൂടെ ഉണ്ടായിരുന്നു? ഈ തോമസും എല്ലാം കൂടെ പോയെന്നാണ് നമ്മുടെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ശീമോൻ പത്രോസും ദിദമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥാനിയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോഴാ പത്രോസ് ഇത് പറഞ്ഞ്. അപ്പം പത്രോസിന്റെ കൂടെ ഇവരെല്ലാം കൂടെ ദേ വെന്റ് ഔട്ട് ആൻഡ് ഗോട്ട് ഇൻ ടു ദ ബോട്ട് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ ശിഷ്യന്മാരുടെ പേര് പറയുന്ന സമയത്ത് ലൂക്കോസ് 6-ാം അധ്യായത്തിൽ കർത്താവ് ഒരു രാത്രി മൊത്തവും പ്രാർത്ഥിച്ച് ശിഷ്യന്മാരുടെ പേര് നമ്മൾ വായിക്കുന്നുണ്ട്. അത് നമ്മൾ ലൂക്കോസ് 6-ാം അധ്യായത്തിലാണ്. ലൂക്കോസ് 6-ാം അധ്യായത്തിന്റെ തോമസ് എന്നുള്ള ആ പദത്തിന്റെ മെൻഷനുള്ള പോർഷൻസ് ഞാൻ പെട്ടെന്ന് എടുക്കുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ തോമസിന്റെ കാര്യം പറയാൻ വന്നപ്പം കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് എത്രമാത്രം ജീവിച്ചു, നമ്മൾ എത്രമാത്രം ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഇപ്പം തോമസിന്റെ ആ ഒരു മെൻഷൻ നമ്മൾ യോഹന 11-ൽ കണ്ടു. തോമസിന്റെ ആ ഒരു തൻ്റെ പരിമിതമായിട്ടുള്ള ജ്ഞാനത്തിലാവട്ടെ എന്ന കർത്താവിനോടുള്ള ഒരു മമതയും ആ ഒരു അനുസരണവും ആ ഒരു കർത്താവിനെ അനുഗമിക്കാനുള്ള ഒരു പാഷൻ, ഒരു ആവേശമൊക്കെ തോമസിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. കഷ്ടമായാലും ദുഃഖമായാലും എല്ലാം ഞാൻ ഈ കർത്താവിനോട് ചെന്ന് മരിക്കാനാണെങ്കിലും അങ്ങ് പോയേക്കാന്ന് പറയാൻ തോമസിനെ കണ്ടു. പിന്നെ പത്രോസിനെ ഒരു കൂട്ട് കൊടുക്കാൻ, പത്രോസ് മീൻ പിടിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ തോമസും എന്താ പറയുന്നത്, പിന്മാറി പോവുകയാണെങ്കിലും സാരമില്ല, നമ്മുടെ കൂടെ ഇത്ര നാൾ നടന്ന പത്രോസ് അച്ചായനല്ലേ, അതുകൊണ്ട് പത്രോസിന്റെ കൂടെ നമുക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടി പോയേക്കെന്ന് പറഞ്ഞ് തോമസും കൂടെ എല്ലാം കെട്ടി ഒരുങ്ങി പോകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തോമസ് എന്നുള്ള വാക്ക് ലൂക്കോസ് 6-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ പേര് കർത്താവ് വെറുതെ അങ്ങ് റാൻഡം ലിസ്റ്റ് ആയിട്ട് വെറുതെ ഇങ്ങനെ നറുക്കെടുത്ത് തിരഞ്ഞെടുക്കുമായിരുന്നില്ല. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പിതാവിൽ നിന്ന് അതുപോലെ വ്യക്തമായിട്ടുള്ളൊരു പ്രേരണ, അത് നമ്മൾ സാങ്ക്ബറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് പിതാവ് ഇങ്ങനെ പെട്ടെന്നൊരു ലിസ്റ്റ് ഓഫ് നെയിംസ് ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് എഴുതി തന്നില്ല, ഇന്ന ആളെ വിളിക്ക്, ഇന്ന ആളെ, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നല്ലോ. ഇതാണെങ്കിൽ നമ്മളെപ്പോലെ ഒരു പെൻഷനായിട്ട് കർത്താവ് വന്നേക്കുന്നത്. അപ്പം കർത്താവ് ഇങ്ങനെ ചില ഏറ്റവും കർത്താവിന് ആത്മാവിന് സ്വാതന്ത്ര്യമുള്ള ചിലരുണ്ട്, അവരുടെ പേര് പിതാവേ അത് ഓക്കെ അല്ലേ, ഓക്കെ. എന്നാൽ ചില ആൾക്കാർ ഇയാളെ തിരഞ്ഞെടുക്കണോ, അത് അയാൾ വേണോ, അപ്പൊ അങ്ങനെ ഇന്ന ആളുടെ പേരുകൾ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണ, ഇന്ന ആളെ കുറിച്ച് അത്ര ഒരു പ്രേരണയില്ല, ഇന്ന ആളെ കുറിച്ച്. അപ്പൊ അങ്ങനെ കർത്താവ് ഓരോരോ നെയിംസ് ആയിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് അപ്പത്തേക്ക് കർത്താവ്
യുനോ മുഴുരാത്രി കർത്താവ് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. അതായത് മുഴുരാത്രി പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു ഫിയറ്റ്, മുഴുരാത്രി ഞാൻ ഉറക്കമില്ലാതിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് വലിയൊരു കാര്യം സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവ് മുഴുരാത്രി ഉറക്കമില്ലാതിരുന്ന് പ്രാർത്ഥിച്ചതല്ല, മറിച്ച് അന്ന് അതിൻ്റെതായ ഒരു നീടുണ്ടായിരുന്നു, ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കർത്താവിന് ഉറക്കമില്ലാതെ പിതാവിന് മുമ്പാകെ ആ ഒരു തെളിമയോടെ ഇരുന്നു എന്ന് പ്രാർത്ഥിച്ച ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അത് അനുകരിക്കാൻ വേണ്ടി രാത്രിയിൽ ഉറക്കമില്ലാതിരുന്ന് പ്രാർത്ഥിച്ചിട്ട് രാവിലെ കിടന്ന് ഉറങ്ങിയിട്ട് എത്രമാത്രം പ്രയോജനമുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതൊരു പലരും എന്താണ് പറയുന്നത്, ഒരു ചടങ്ങ് മാതിരി ഇതെല്ലാം അങ്ങ് അനുകരിക്കാൻ വേണ്ടിയൊക്കെ അങ്ങ് നോക്കും. പക്ഷെ ഇതാ നമ്മുടെ ജീവിതത്തിൽ അതുപോലൊരു സന്ദർഭത്തിലോട്ട് വല്ലാതൊരു പ്രയാസവും ഭാരവും വളരെ മേജറായിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കേണ്ട ചില സമയത്തോ, അല്ലെങ്കിൽ ചിലരോട് നമ്മൾ കൗൺസിൽ ചെയ്തൊക്കെ ഇരിക്കേണ്ട ഒരു സമയമൊക്കെ വരുമ്പോൾ നമുക്ക് രാത്രിയിൽ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പം ഇരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് ദൈവം ഗൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ കർത്താവ് മുഴുരാത്രി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് 12-ാമത്തെ ലൂക്കോസ് 6:12 അതുകൊണ്ട് ഞാനും മുഴുരാത്രി മൊത്തം പ്രാർത്ഥിച്ച കർത്താവിനെ പോലെ ഞാനും പ്രാർത്ഥിക്കാൻ പോവാന്ന് നമ്മൾ അതൊരു ഇമിറ്റേഷൻ മാത്രമായി പോകും, അതിലൊരു ജീവൻ ഇല്ലായിരിക്കത്തില്ല. അതിന്റെ 15-ാമത്തെ വാക്യത്തിലെ തോമസിന്റെ പേര് നമ്മൾ വായിക്കുന്നത് അവിടെ, അതിന്റെ 14 മുതൽ നമ്മൾ വായിക്കുക. 14-ാമത്തെ വാക്യം ലൂക്കോസ് 6:14 ഞാനീ പറയുന്നത്. ഈ 12 പേരെ വിളിച്ച കാര്യം നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് വിളിച്ചു, 12 പേരെ തെരഞ്ഞെടുത്തു. അവർ ആരെന്നാൽ പത്രോസ് എന്ന പേര് വിളിച്ച ശീമോൻ, പത്രോസ് എന്നുള്ള വാക്കിന് പാറക്കഷ്ണം എന്നുള്ള അർത്ഥം. അപ്പം കർത്താവ് കൊടുക്കുന്ന ആ ഒരു കർത്താവ് പത്രോസിനെ വിളിക്കുമ്പോൾ ആ ഒരു പേര് കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ അവന് നീ ശീമോനാണ്, എന്നാൽ നീ കേഫാവെന്ന് അറിയപ്പെടും എന്നൊക്കെ പറഞ്ഞ് യോഹന്നാൻ 1:42 പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറയുന്ന കേഫ എന്നുള്ള വാക്കാണ് പത്രോസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവന്റെ പേര് ശീമോന എന്ന കർത്താവ് കൊടുത്ത പേരാണ് കേഫാവ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പത്രോസ് എന്നുള്ള പെട്രോസ് എന്ന് പറയുന്ന ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ചെറിയ പാറക്കഷ്ണം എന്നാണ്. അപ്പൊ ആ പത്രോസ് എന്നുള്ള പേര് നമ്മളുണ്ട്. ലൂക്കോസ് 6:14 പത്രോസ് എന്ന് അവൻ പേര് വിളിച്ച ശീമോൻ, അവന്റെ പേര് ശീമോൻ. അവന്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്. അപ്പൊ ആ തോമസ് ആണ് നമ്മുടെ കേരളക്കരയിലേക്ക് വന്ന തോമസ്. അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, വേറൊരു ശീമോനും ഉണ്ട്. അപ്പം 2 ശീമോനുമായിട്ട് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഒരു ശീമോന് കർത്താവ് അങ്ങ് കേഫ എന്ന പത്രോസ് എന്ന് പേര് കൊടുത്തത്. അപ്പം വേറൊരു ശീമോനുണ്ട്, സൈമൺ ദ സെലറ്റ് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ സഹോദരനായ യൂദ. സൈമൺ ദ സെലറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് അന്നത്തെ ഒരു വലിയൊരു തീവ്രവാദ സംഘടന മാതിരിയായിരുന്നു ഈ സെലറ്റ്സ് എന്ന് പറയുന്നത്. അന്നത്തെ റോമൻ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടന്നിരുന്ന ആൾക്കാരായിരുന്നു ഈ സെലറ്റ്സ്. എരിവുകാരൻ എന്നുള്ള വാക്ക്, സെലറ്റ് എന്നുള്ള വാക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു പാർട്ടി മാതിരിയുള്ളൊരു, എന്നാൽ അതിൽ നിന്നും യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള ഒരു ഭക്തി ഉണ്ടായിരുന്ന ആ ശീമോനെ ദൈവം തെരഞ്ഞെടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരോട് കൂടെയൊക്കെ മിങ്കിൾ ചെയ്യാൻ ആ ശീമോന് ഇവൻ വലിയ തീവ്രവാദി പാർട്ടിയിൽ നിന്ന് വരുന്ന ആള് എന്നുള്ള ഏതൊക്കെ ആൾക്കാർക്ക് ശിഷ്യന്മാർക്ക് ആദ്യമൊക്കെ കാണുമായിരിക്കുന്ന പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാം ഒന്നായി തീർന്നു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നത്. അപ്പൊ ആ എരിവുകാരനായ ശീമോന്, പിന്നെ യാക്കോബിന്റെ സഹോദരനായ യൂദ. അപ്പം 2 യൂദയുണ്ട്. ഒരു യൂദ യാക്കോബിന്റെ സഹോദരനായ യൂദയുണ്ട്, പിന്നെ ദ്രോഹിയായിരുന്ന യൂദാവിനെ കർത്താവ് തിരഞ്ഞെടുത്തില്ല, ദ്രോഹിയായി തീർന്ന ഈ ബിക്കെയിം എ ട്രൈറ്റർ എന്ന് പറഞ്ഞാൽ അവനെ ദ്രോഹിയായിരുന്നപ്പോഴല്ല കർത്താവ് വിളിച്ച്, അവനും ബാക്കിയുള്ള ശിഷ്യന്മാരെ പോലെ തന്നെ അവനും പൂർണ്ണഹൃദയത്തോടെ നിന്ന സമയത്ത് കർത്താവ് വിളിച്ച്, എന്നാൽ പിന്നീട് അവൻ ദ്രോഹിയായി തീർന്നു, ഇസ്കരിയോത്തെ യൂദ എന്നതുപോലെ തന്നെ. നമുക്ക് തിരിച്ച് യോഹന്നാൻ 20 വരാം. അപ്പൊ നമ്മൾ എന്തൊക്കെയോ ഇതുവരെ കണ്ടേ? കർത്താവിന്റെ വഴിനടത്തലിനെ കുറിച്ച്, കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ തോമസിന്റെ ആ ഒരു മെൻഷൻ, തോമസ് എന്നുള്ള പേര് എവിടെയൊക്കെ വരുന്നു എന്നുള്ള കാര്യം കണ്ടു. ഇപ്പൊ നമ്മൾ ലൂക്കോസ് 6-ാം കണ്ടു, യോഹന്നാൻ 11-ാം കണ്ടു, യോഹന്നാൻ 21-ാം കണ്ടു. ഇനി യോഹന്നാൻ 20-ാം ഈ തോമസിനെ കുറിച്ചുള്ള ഒരു പ്രശസ്തമായ ഭാഗം നമ്മൾ വായിക്കാൻ പോകുന്നത്. 24-ാമത്തെ വാക്യം. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന് പറയുമ്പോൾ 2 ഫോൾഡ്, ഇരട്ടിപ്പ്. തോമസ് എന്ന് പറഞ്ഞ ഇരട്ട. അപ്പൊ അവന് അങ്ങനെ ഒരു വിളിപ്പേരും ഉണ്ടായിരുന്നു. ദിദിമോസ് എന്ന തോമസ് അവനോടുകൂടെ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ഇല്ലായിരുന്നു ആദ്യം. അതുകൊണ്ട് തോമസ് ആ സമയത്ത് എവിടെ പോയി എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. എന്നാൽ തോമസ് അവിടെ ഇല്ലായിരുന്നു. ബാക്കി ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നതായിരുന്നു. ആ സമയത്ത് തോമസ് എന്തോ
ചിലപ്പോൾ എന്തെങ്കിലും കാപ്പി കുടിക്കാൻ പോയതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ എന്തോ ഏതൊരു സാഹചര്യത്തിൽ, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അങ്ങനെ അനുവദിച്ചു. അപ്പം അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ പോഷൻ കിട്ടിയത്. അപ്പം മറ്റേ ശിഷ്യന്മാർ അവനോട്, ഓ നീ ഇല്ലായിരുന്നോ, ഞങ്ങൾ കർത്താവിനെ കണ്ടു, 25-ാമത്തെ വാക്യം, നീ എവിടെ പോയി ഒളിച്ചു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആകപ്പാട് പുള്ളിക്ക് അങ്ങ് പരിങ്ങല്ലായോ, എനിക്ക് മിസ്സായിപ്പോയി. ഇവർ പറയുന്ന അങ്ങനെ അങ്ങനെ അങ്ങ് യേശു കർത്താവിനെ എന്നെ അങ്ങനെ മിസ്സാക്കാൻ ഒക്കത്തില്ലല്ലോ, എനിക്ക് കർത്താവിനെ എനിക്ക് പ്രത്യക്ഷപ്പെട്ടാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അപ്പം അതാ അവൻ പറയുന്നേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ, അപ്പം തോമസിന്റെ ആ ഒരു ഡയലോഗ് നമ്മളവിടെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യോഹന്നാൻ 20:25, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും, ആ ഒരു ആണിപ്പഴുത്, അൺലെസ് ഐ സീ ഇൻ ഹിസ് ഹാൻഡ് ദ ഇംപ്രിന്റ് ഓഫ് ദ നെയിൽസ്, കർത്താവിൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൽ അതുപോലെ ആണി തറയ്ക്കുന്നത്, കർത്താവിൻ്റെ കരങ്ങളിലും കാലുകളിലും ഒക്കെ അതുപോലെ ആണി തറയ്ക്കുന്നതും, കർത്താവിൻ്റെ വിലാവില്, കർത്താവിൻ്റെ കാലുകളിലുള്ളതിനെ കുറിച്ച് അവൻ പറയുന്നില്ല, വിലാവിലുള്ളതും കൈകളിലുള്ളതിനെ കുറിച്ച് അവൻ പറയുന്നേ. എന്നാൽ അതൊക്കെ അവനത് അത് കണ്ടിരുന്ന യോഹന്നാനിൽ നിന്ന് കേട്ട് കാണും, കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് കാണും. അപ്പം ആ ആണിപ്പഴുത് ഒരുപക്ഷെ ശിഷ്യന്മാർ കണ്ട കാര്യവും അവരും എൻ്റെ കർത്താവിൻ്റെ കൈയും കാലും ഒക്കെ കാണിച്ച് അവരെ വിശ്വസിപ്പിച്ചതായിട്ട് ലൂക്കോസ് 24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ബാക്കി 10 ശിഷ്യന്മാരും 10 ശിഷ്യന്മാർ മാത്രമല്ലായിരുന്നു, അവരുടെ കൂടെ ഉണ്ടായിരുന്നു വേറെ ചിലരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ലൂക്കോസ് 24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് കർത്താവ് കൈയും കാലും കാണിച്ച് അവരെ ഞാൻ തന്നെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ലൂക്കോസ് 24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ കർത്താവിൻ്റെ ആണിപ്പഴുതൊക്കെ ഇങ്ങനെ പാൽപ്പേറ്റ് ചെയ്ത കാര്യമൊക്കെ, പാൽപ്പേറ്റ് ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ തൊട്ട് നോക്കിയ കാര്യമൊക്കെ ബാക്കി ശിഷ്യന്മാരൊക്കെ പറയുമ്പോൾ എനിക്കും അങ്ങനെ കർത്താവിൻ്റെ ആണിപ്പഴുത്, കൊച്ചു പിള്ളേർ പതില്ല, എനിക്കും പപ്പയും മമ്മി അത് വാങ്ങിച്ചു തന്നാൽ ഞാൻ അടക്കത്തുള്ളൂ, ചേച്ചിമാർക്ക് മാത്രം വാങ്ങിച്ചു കൊടുക്കാനുണ്ട്, ഞാൻ എന്താ കുറവാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ തോമസ് ആ ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു ചൈൽഡിഷ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ എങ്കിലും ശരി, ആ തോമസിന്റെ ഒരു അവിശ്വാസം എല്ലാം അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് തന്നെ ചെറിയൊരു ശാസനയും കൂടെ കൊടുത്തിട്ടൊക്കെയാ, ഡു നോട്ട് ബി അൺബിലീവിങ്, നീ വിശ്വസിക്കാതെ എന്താ 27-ാമത്തെ ഭാഗത്തിൽ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നൊക്കെ ഒരു ചെറിയൊരു ശാസനയൊക്കെ കർത്താവ്, ചെറിയൊരു കറക്ഷനൊക്കെ കർത്താവ് പറയുന്നുണ്ട്. എങ്കിലും ആ തോമസിന്റെ ഹൃദയത്തില് എനിക്ക് അങ്ങനെ എന്നെ കാണാതെ പോകാൻ തക്കവണ്ണം കർത്താവ് അത്രമാത്രം എന്നെ സ്നേഹിക്കാതിരിക്കുമോ, അല്ല കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടാലേ ഒക്കത്തുള്ളൂ എന്നുള്ള അവൻ്റെ ആ ഒരു എന്താണ് പറയുന്നത്, കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള ഒരു കടുംപിടുത്തം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ശരിയാണ്, അവൻ്റെ അൺബിലീഫ് ആണെന്നൊക്കെ നമുക്ക് പറയാം, അവിശ്വാസമാണെന്നൊക്കെ പറയാം. ശരി, അവൻ്റെ അവിശ്വാസം ഉണ്ട്, കർത്താവിനെ പറയുന്നുണ്ട്, കാണാതെ വിശ്വസിക്കുന്നത് കൂടുതൽ ഭാഗ്യവാൻ. എങ്കിലും തോമസിന്റെ ആ ഒരു അവിശ്വാസത്തിൻ്റെതായിട്ടുള്ള, ചാഞ്ചല്യത്തിൻ്റെതായിട്ടുള്ള, തൻ്റെതായിട്ടുള്ള ചില അപകർഷതാബോധമോ, ഞാൻ മാത്രം വിട്ടുപോയല്ലോ എന്നുള്ളൊരു ചില അപകർഷതാബോധമോ, എനിക്ക് മാത്രം അത്രയും മാർക്ക് കിട്ടിയില്ല, ബാക്കി എൻ്റെ കൂടെ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കെല്ലാം അത്രയും മാർക്ക് കിട്ടി, എനിക്ക് മാത്രം ആ ക്വസ്റ്റ്യൻ വിട്ടുപോയി, ആ ക്വസ്റ്റ്യൻ എനിക്ക് ശരിയാക്കാൻ പറ്റിയില്ല. അപ്പം ചില അപകർഷതാബോധം, അങ്ങനെയൊക്കെയുള്ള ചില ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, എനിക്ക് മാത്രം പറ്റിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മളുടേതായ ചില എന്താണ് പറയുന്നത്, ചില വാശിയോ, ചില കടുംപിടുത്തമോ, ചില അവിശ്വാസമോ ഒക്കെ ഉണ്ട്. എങ്കിലും കർത്താവ് നമ്മളുടെ ആ ലെവലിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവിനെ നമ്മളിവിടെ കാണുന്നത്, അത് എത്ര വലിയൊരു ആശ്വാസമാണ്. നമുക്കറിയാം നമ്മൾക്ക് എന്തെല്ലാം കുറവുകളുള്ളവരാ, നമ്മുടെ ചതഞ്ഞ ഓട പോലെ ഇരിക്കുന്ന അവസ്ഥയില, പുകയുന്ന തിരി പോലെ ഇരിക്കുന്ന അവസ്ഥയിൽ, എന്നാൽ അതൊന്നും കെടുത്തി കളയാതെ, ഒടിച്ചു കളയാതെ കർത്താവ് നമ്മളെ മത്തായി 12-ാം അധ്യായത്തിൽ യെശയ്യാവ് 42 എന്നുള്ള ആ ഒരു ഉദ്ധരണി നമുക്കറിയാം, ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല, ചതഞ്ഞ ഓട ഇതിനെ കൊണ്ട് എന്തോ കൊള്ളാം, മാറ്റി കളഞ്ഞിട്ട് വേറെ പുതിയ ഓട എടുക്കാമെന്ന് വിചാരിക്കുന്നില്ല. ഓട എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡിലെ ഓടയല്ല, ഈ റീഡ്, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ മുള മുളന്തണ്ട് മാതിരിയുള്ള, അപ്പോൾ അത് ചതഞ്ഞിരിക്കുക, ഇനിയിപ്പോൾ അതിനെ കൊണ്ട് യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞ് എടുത്ത് നമ്മൾ കളയും. പക്ഷേ നമ്മൾ ചതഞ്ഞ അവസ്ഥയിൽ വല്ലാത്ത, കർത്താവ് എനിക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടില്ല, എൻ്റെ എന്തെങ്കിലും കുറവായിരിക്കും, എൻ്റെ എന്തെങ്കിലും പാപമായിരിക്കും, കർത്താവിനോട് സ്നേഹക്കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ഡൗട്ട് തോന്നാം. എങ്കിൽ പോലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്ത് പറ്റും, കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തി തരുമെന്ന് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല. നമുക്ക് എല്ലാവർക്കും വരികൾ അറിയാവോ, പോർഷൻ പരിചിതമാണ്, നമ്മൾ എപ്പോഴും പറഞ്ഞു പോകും. മത്തായി 12-ാം അധ്യായത്തിന്റെ അതിൻ്റെ 18-19 വാക്യങ്ങളില്ല,
ഈ കാര്യങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ എന്തൊക്കെയാണ് കണ്ടത്, ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്തുകൊണ്ട് വരാം. കർത്താവിൻ്റെ വഴി നടത്തലിനെ കുറിച്ച് നമ്മൾ കേട്ടു, തോമസിൻ്റെ മെൻഷൻ എവിടെയൊക്കെയാണ് ഉണ്ടായത് നമ്മൾ കേട്ടു. പിന്നെ ഇവിടെ തോമസിനെ കുറിച്ച് പറയുമ്പം തോമസിൻ്റെ ആ ചെറിയ തോമസിൻ്റെതായ ചില ചില നൊമ്പരങ്ങൾ, ചില അപകർഷതാബോധം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് വെച്ചാൽ, അയ്യോ എനിക്ക് ജ്യോത്സ്നയുടെ അത്രയും കീബോർഡ് വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അർപ്പിതയുടെ അത്രയും എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല, എനിക്ക് ചേച്ചിമാരുടെ അത്രയും എനിക്ക് അത്രയും പറ്റുന്നില്ല, അല്ലെങ്കിൽ ചേച്ചിയുടെ കൂട്ട് എനിക്ക് അനിയൻ്റെ കൂട്ട് അത്രയും പറ്റുന്നില്ല, ചേച്ചിയുടെ ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരോട് കമ്പയർ ചെയ്ത്, അയ്യോ അവർക്കെല്ലാം കർത്താവ് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, അവരെല്ലാം കർത്താവിനെ കണ്ടു സന്തോഷിക്കുന്നു, അപ്പോൾ അത് 8 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തോമസിന് പിന്നെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ 8 ദിവസം തോമസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? തോമസ് വല്ലാതൊരു അങ്ങ് നുറുങ്ങി കാണും, വല്ലാതൊരു പ്രയാസപ്പെട്ട് കാണും. എന്നെ കർത്താവ് സ്നേഹിക്കാത്തതുകൊണ്ടായിരിക്കും, ഒരുപക്ഷെ ഞാൻ വേണ്ടവണ്ണം കർത്താവിന് വേണ്ടി ഒരു നിലപാട് എടുക്കാത്തതുകൊണ്ടായിരിക്കും. എന്നാലും എൻ്റെ അത്രയൊന്നും ഇല്ലല്ലോ മറ്റേ ആള് ശീമോന്, മറ്റേ നഥാനിയേലും ബർത്തലാമിയും ഒക്കെ അത്ര പത്രോസിന് പ്രത്യക്ഷപ്പെട്ട് മനസ്സിലാക്കാം. പക്ഷെ എന്നാലും ഞാൻ മറ്റവരുടെ അത്ര മോശമൊന്നുമില്ല. എങ്കിലും കർത്താവ് എന്താ എന്നെ എന്നുവെച്ചാൽ വല്ലാത്ത, ചിലപ്പം തോമസ് എത്ര ദിവസം കിടന്ന്, ആ 8 ദിവസത്തിൽ എത്ര ദിവസം കിടന്ന് ഉറങ്ങി തന്നെ നമുക്കറിയത്തില്ല. എങ്കിലും നമ്മുടെ ആ അവിശ്വാസത്തിൻ്റെയും പരാതിയുടെയും നമ്മളുടേതായ ചില വേദനയുടെയൊക്കെ നിമിഷങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്. അത് നമ്മൾ മത്തായി 12-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് വായിക്കുമ്പം നമ്മളെക്കുറിച്ചും അത് ഇത് നമ്മളെക്കുറിച്ചും നമ്മളുടെ ജീവിതത്തിലെ കർത്താവ് അങ്ങനെ പെരുമാറുന്നു എന്ന് അറിഞ്ഞ് നമ്മളും മറ്റുള്ളവരോട് അതുപോലെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്നത്. മത്തായി 12-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ, അതിൻ്റെ മലയാളത്തിൽ 17-ാമത്തെ വാക്യം മുതൽ, ഇംഗ്ലീഷിലും 17-18-ാമത്തെ വാക്യം മുതൽ അവിടെ യെശയ്യാവ് 42-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതലുള്ള ആ വാക്യങ്ങൾ ഉദ്ധരിച്ചേക്കുക. മത്തായി 12-ാം അധ്യായം എടുത്തോ, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ 15 മുതൽ വായിക്കുവാണെങ്കിൽ അവിടെ ആ പോർഷൻ്റെ ഫുൾഫിൽമെന്റ് നമ്മളവിടെ കാണുന്നുണ്ട്. 15 ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. കർത്താവ് എവിടം വിട്ടുപോയെന്നാണ് വായിക്കുന്നത് അവിടെ. എന്താ നമ്മൾ അതിന് തൊട്ട് മുമ്പ് ശബത്തിൽ കർത്താവ് ഹീൽ ചെയ്യുന്ന സമയത്തുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ട്, അവിടെ ശബത്തിൽ ഒരാളെ കർത്താവ് സുഖമാക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നത്. അപ്പം അവിടം വിട്ട് കർത്താവ് പോയി, വളരെ പേര് അവൻ്റെ പിന്നാലെ ചെന്നു, അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. കർത്താവ് തൻ്റെ പിന്നാലെ ചെന്നിട്ടുള്ളവരെയൊക്കെയും സൗഖ്യമാക്കി എന്നുള്ളൊരു സന്ദർഭമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഹീ ഹീൽ ദ മോൾ. അപ്പോൾ അവിടെ എല്ലാവരെയും സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ കാണും? ചതഞ്ഞ ഉടയും കാണും, പുകയുന്ന തിരിയും കാണും. ചില ഇവന് അത്ര മോശപ്പെട്ടവനെ, അതുകൊണ്ട് ഇവനെ സൗഖ്യമാക്കണ്ട, ബാക്കി എല്ലാവരും എന്ത് ചെയ്യാൻ സൗഖ്യമാക്കി എന്ന് കർത്താവ് പറഞ്ഞ് ചിലരെ അങ്ങ് മാറ്റി നിർത്തുമോ? ഇല്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നാ എവിടെ പറയുന്നത്? ഇതേ നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണല്ലോ പറഞ്ഞത്. യോഹന്നാൻ 7-37 വാക്യത്തിൽ നമ്മളത് വായിക്കും. 6-37 വാക്യത്തിൽ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ഇത് വായിക്കുക. മത്തായി 12-17 വാക്യത്തിൽ 15 നമ്മളിപ്പം വായിച്ചു. അവരെ ഒക്കെയും സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു. അപ്പം കർത്താവ് അവരെ ഒക്കെയും സൗഖ്യമാക്കി, അതിൻ്റെ ഫുൾഫിൽമെൻറ്റും അതിൻ്റെ സഫലീകരണം യെശയ്യാവിൻ്റെ പ്രവചനം താഴോട്ട് വരിക. പിന്നെന്താ? തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് പറഞ്ഞു, അതിൻ്റെ സഫലീകരണവും അതിൻ്റെ പൂർത്തീകരണവും താഴോട്ട് വരും. അപ്പം ഈ 15-16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യത്തിൻ്റെ അതിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ നിറവേറൽ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുക. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. അപ്പോൾ യേശുവിനെ കുറിച്ച് അത് പറയുക. ഇന്ന് നമ്മളെക്കുറിച്ചും അങ്ങനെ പറയണമെന്ന കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ദാസി, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. പിതാവിൻ്റെ ഹൃദയം എത്രമാത്രം യേശുവിൽ പ്രസാദിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. ഹി ഷൽ പ്രൊക്ലെയിം ജസ്റ്റിസ് ടു ദ ജെൻറ്റൈൽസ്. യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ ന്യായവിധികൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ അത് യഹൂദന്മാർക്ക് അല്ല, ബാക്കി ജാതികൾക്കും അറിയിക്കും. അവൻ കലഹിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ പ്രസിദ്ധമാക്കരുതെന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് മനുഷ്യമാനമൊന്നും അന്വേഷിച്ചില്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അതാ നമ്മൾ വായിക്കുന്ന, കർത്താവ് കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുവുകളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല. തെരുവുകളിൽ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി, ഒരു സെൻസേഷൻ ന്യൂസ് ആക്കാൻ വേണ്ടി വലിയ വലിയ ശബ്ദം ഉണ്ടാക്കി, ബഹളമൊക്കെ ഉണ്ടാക്കി
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും അല്ല. കർത്താവ് പിതാവ് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം എന്നെക്കുറിച്ച് അറിഞ്ഞാൽ മതി. അവർ മാത്രം എൻ്റെ അടുക്കൽ വന്ന് അവർ മാത്രം എന്നിൽ നിന്ന് സൗഖ്യമൊക്കെ പ്രാപിച്ചാൽ മതി. അല്ലാതെ സൗഖ്യമാക്കിയിട്ട് നിങ്ങളെല്ലാവരും ചെന്ന് എല്ലായിടത്തോട്ടും പറയണം എന്നുള്ള കാര്യം കർത്താവ് ആ ഒരു മനുഷ്യമാനം തേടിയില്ല എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുവുകളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല. അപ്പം കർത്താവ് തന്നെ പ്രസിദ്ധമാക്കരുന്ന ആ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിൻ്റെ നിറവേറില്ല. യെശയ്യാവ് 700ഓളം വർഷങ്ങൾക്ക് മുമ്പേ, കർത്താവ് ഇത് AD 28 മുതൽ 30 വരെയുള്ള വർഷങ്ങളിലാണ് ഇത് നടന്നതെന്നുണ്ടെങ്കിൽ BC 700-കളിലാണ് ആരെഴുതിയത്? യെശയ്യാവ് ഇത് കർത്താവ് വരുന്നതിൻ്റെ 700ഓളം വർഷങ്ങൾക്ക് മുമ്പായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിന് നിറവേറലാണെന്നാണ് പരിശുദ്ധാത്മാവ് മത്തായിലൂടെ പറയുന്നത്. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുവുകളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട, അതാ നമ്മളിപ്പം പറഞ്ഞത്. തോമസ് എന്തിൻ്റെ അവസ്ഥയിലായിരുന്നു? ഇത് ചതഞ്ഞ ഓടയുടെ അവസ്ഥയിലായിരുന്നു. നമ്മൾ പലപ്പോഴും എങ്ങനെയാ ഒരു ചതഞ്ഞ ഓടയുടെ അവസ്ഥയില്ല. ചതഞ്ഞ ഓട എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഓട ചതഞ്ഞു പോകുന്നത്? എങ്ങനെയാ? ഭയങ്കര വെയിറ്റ് വന്ന് വെക്കുമ്പോൾ, ഭയങ്കര ബൊന്ന് പറഞ്ഞ് വലിയൊരു വെയിറ്റ് വന്ന് വെക്കുമ്പോൾ ഈ ചെറിയ റീഡില്ലേ, ചെറിയ മുളങ്കമ്പ് മാതിരിയൊക്കെ, അതിങ്ങനെ പ്ലപ്പ് എന്ന് പറഞ്ഞ് ചതഞ്ഞു പോകും. അങ്ങനെ ചതഞ്ഞ ഓട എന്ത് ചെയ്യത്തില്ല കർത്താവ്. നമ്മൾ ചതഞ്ഞിരിക്കും. നമ്മൾ ചിലപ്പം വല്ലാതെ നിരാശയിലോ വല്ലാതെ പ്രയാസത്തിലോ പരാതിയോ പെറുവെറുപ്പോ ചിലപ്പോൾ നമ്മളുടേതായ ചില പാപങ്ങൾ വീണ് നമ്മൾ പരാജയപ്പെട്ട്, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വീഴ്ചകളും പ്രശ്നങ്ങളും ഒക്കെ വന്നല്ലോ, ഇത്ര അബദ്ധങ്ങളിലൊക്കെ ഞാൻ ചെന്ന് ചാടിയല്ലോ, ഇനിയിപ്പം രക്ഷയൊന്നുമില്ല എന്നിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് നമ്മളെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കുന്നതിൻ്റെ ആണിപ്പഴുതുള്ള തിരുക്കരങ്ങൾ നീ ഒന്ന് തൊട്ട് നോക്കാം. കർത്താവ് പറയുന്ന രംഗത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം ആ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. ഒരു തിരി അങ്ങ് ആളി കത്താൻ വേണ്ടി കത്തിച്ച് വെച്ച് കുറച്ച് നോക്കുമ്പോൾ ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുക, ഈ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുക. അപ്പം കെടുത്തി കളഞ്ഞിട്ട് വേറെ വല്ല തിരി ഇടാൻ നോക്ക് എന്ന് നമ്മൾ പറയുന്ന കർത്താവ് എന്ത് പറയുമോ? ഇല്ല, പുകയുന്ന തിരി കെടുത്തി കളയത്തില്ല. എൻ്റെ അടുക്ക വന്നോ, അവനെ ആളി കത്തിക്കാൻ എനിക്ക് പറ്റും. കർത്താവ് പരിശുദ്ധാത്മാവിനെ ഊതി കൊടുത്തെന്ന നമ്മളെ തൊട്ട് മുമ്പേ യോഹന്നാൻ 20 വായിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ ഊതി കർത്താവ് കത്തിച്ചുകൊണ്ടേയിരിക്കും. അതാ നമ്മൾ അവിടെ വായിക്കുന്നത്. പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല, അവൻ ന്യായവിധി ജയത്തോളം നടത്തും. ദൈവത്തിൻ്റെതായ ന്യായവിധി, ദൈവത്തിൻ്റെതായ ഓരോ പ്രവൃത്തിയും അത് ആത്യന്തികമായ ജയം വരുന്നിടം വരെയും നടത്തും. അവൻ്റെ നാമത്തിൽ ജാതികളെ പ്രത്യാശ വെക്കും. ഇങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. എങ്ങനെ എന്ത് നിവൃത്തിയായി? കർത്താവ് തൻ്റെ അടുക്കൽ വന്നവരെ ഒക്കെയും സൗഖ്യമാക്കി, എല്ലാവരെയും സൗഖ്യമാക്കി. അപ്പം ചതഞ്ഞോടെ ഒടിച്ച് കളയത്തില്ല, പുകയുന്ന കെടുത്തി കളയത്തില്ല, എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കി എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ ആ പുകയുന്ന തിരി കെടുത്തി കളയാത്ത, ചതഞ്ഞോടെ ഒടിച്ചു കളയാത്ത കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം നിവൃത്തിയായി. നിങ്ങളാരും എന്നെ പ്രസിദ്ധമാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ, കലഹം ഉണ്ടാക്കാതെ, തെരുവീതികളിൽ ശബ്ദം കേൾക്കാതെ, നമ്മളുടെ ശബ്ദം തെരുവീതികളിൽ നമ്മളുടെ ഇങ്ങനെ വീടിൻ്റെ റോഡിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടോ, ചില വീടുകളുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പാത്രങ്ങളൊക്കെ എറിയുന്നതൊക്കെ കസേര എടുത്ത് അങ്ങോട്ട്, ചിലയിടത്ത് വേറെ ഓരോന്നൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയും എന്ന് കർത്താവിൻ്റെ ശബ്ദമൊന്നും തെരുവീതി കേട്ടില്ല. കർത്താവ് വചനം സംസാരിച്ചപ്പോൾ അത്ര 5000 പേരോട് സംസാരിക്കുമ്പോൾ അത്ര ഉറക്കെ സംസാരിക്കണമായിരുന്നു. അപ്പം അവരെ കേൾക്കാൻ തക്കവണ്ണം കർത്താവ് സംസാരിച്ചു. എന്നാൽ ശബ്ദം ഉണ്ടാക്കാനായിട്ടൊരു ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്നൊരു പരിപാടി എന്നാണെങ്കിലും നമ്മൾ വചന ശുശ്രൂഷ ചെയ്യുന്ന പലയിടങ്ങളിലുമൊക്കെ തന്നെ അങ്ങ് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി ശബ്ദത്തിലാണ് എന്തോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് ശബ്ദം ഉണ്ടാക്കി പരിശുദ്ധാത്മാവിനെ വരുത്തിപ്പിക്കാൻ നോക്കുന്ന ഒത്തിരി കൂട്ടങ്ങളുമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ സ്വഭാവം അങ്ങനെയൊന്നും ആയിരുന്നില്ല. കർത്താവിൻ്റെ ശബ്ദം തെരുവീതികളിൽ കേട്ടതുപോലും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. കർത്താവ് ആകെ ശബ്ദം ഉയർത്തി സംസാരിച്ച് നിലവിളിച്ച് പറഞ്ഞത് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ ഉത്സവത്തിൻ്റെ 3-ാം ദിവസമായ ആ അവസാനത്തെ നാളിൽ ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന് നദികൾ ഒഴുകും എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് ശബ്ദം വെച്ച് ക്രൈഡ് ഔട്ട് ആൻഡ് സീയിങ് എന്നുള്ളൊരേ ഒരു റെഫറൻസ് നമ്മൾ യോഹന്നാൻ 7:37 വായിക്കുന്നത്. യോഹന്നാൻ 6:37 തൊട്ട് മുമ്പേ നമ്മൾ വായിച്ചത് എന്താ? എൻ്റെ അടുക്കൽ വരുന്നതിനെ ഞാൻ ഒരു നാളെ തള്ളിക്കളയിലോ ഉപേക്ഷിക്കില്ലെന്ന് യോഹന്നാൻ 6:37 നമ്മൾ വായിച്ചു. യോഹന്നാൻ 7:37 ഉത്സവത്തിൻ്റെ അന്ന് കൂടാരപ്പെരുന്നാളായിരുന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 7-ന്റെ 1-ാമത്തെ വാക്യങ്ങളിലൊക്കെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുവിൻ. പിന്നെ 38-ാമത്തെ വാക്യത്തിൽ ഇനിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഹി ക്രൈഡ് ഔട്ട്. ആൻഡ് അവിടെ കർത്താവ്
അങ്ങ് ഉറക്കെ വിളിച്ച് പറയുന്ന ആ ഒരു കാര്യം, അത്രയും ഒരു ആവേശത്തോടെ ആ ജനങ്ങളെ അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കർത്താവ് വളരെ ഉറക്കെ വിളിച്ചു പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. അല്ല, ഇന്ന് കർത്താവ് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മത്തായി 12 കാണുന്നത്. തന്നെ ആരും പ്രസിദ്ധമാക്കൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കർത്താവ്. നമ്മൾ ഈ പറഞ്ഞ എന്താ പറഞ്ഞാ വന്നേ, തോമസിനെ കർത്താവ് കണ്ടെത്തിയ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. തോമസിന്റെ ആ ഒരു നിലയിലേക്ക് പുകഞ്ഞ തിരി കെടുത്തി കളയാത്ത ചതഞ്ഞ ഓട, നമ്മൾ ഇനിയിപ്പോൾ എന്തെല്ലാം നിരാശയുടെയോ പ്രയാസത്തിന്റെയോ സമ്മർദ്ദത്തിന്റെയൊക്കെ അവസ്ഥയിലാണെങ്കിലും നമ്മളുടെ ആ അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതാ നമ്മൾ തിരിച്ച് യോഹന്നാൻ 20-ാം 25-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരുവാം. മറ്റേ ശിഷ്യന്മാര് പറഞ്ഞു, അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണണം. ആണിപ്പഴുതിൽ കണ്ടാൽ മാത്രം പോരാ, എനിക്ക് ആണിപ്പഴുതിൽ വിരലിടണം. അപ്പം കർത്താവിന്റെ ആ ആണിപ്പഴുത് എത്രമാത്രം ഈ ഒരാൾക്ക് വിരലിടാൻ തക്കവണ്ണം ഉള്ള ഒരു ആഴത്തുള്ള ഒരു ആണിപ്പാടാണെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആണിപ്പഴുതുള്ള ഒരു നാഥൻ കരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പാട്ടിൽ പാടുന്നത് പോലെ ആണിപ്പഴുതിൽ വിരലിടുകയും ഐ വോണ്ട് ടു പുട്ട് മൈ ഫിംഗർ ഇൻ ടു ഈസോ എന്ന് പറഞ്ഞൊരു ഇൻറ്റു എന്നുള്ളൊരു ഗ്രീക്ക് പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ വിരലിടണം എന്ന് പറയുമ്പം അത്രമാത്രം ഒരു പച്ചയായ മനുഷ്യനെ കർത്താവ് പുനരുദ്ധാന ശരീരത്തോടെ വരുന്നത്. കർത്താവിന്റെ പുനരുദ്ധാന ശരീരത്തില് ആണിപ്പഴുതുകളും വിലാവില് പാടും ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരേ ഒരു പോർഷന് ഈ ഒരു തോമസിന്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ തോമസ് ഇതുപോലെ എന്തായാലും പറഞ്ഞത് നന്നായി. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഇപ്പോഴും ആണിപ്പഴുതുണ്ട്. പുനരുദ്ധാനത്തെ സാധാരണ പുനരുദ്ധാനം നമ്മളൊക്കെ പുനരുദ്ധാനം ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലും വൈകല്യമൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് കഷണ്ടി ഉണ്ടെങ്കിൽ നല്ല നിറയെ മുടി കാണും. നമുക്ക് കണ്ണാടി സ്പെക്സിന്റെ ഒന്നും ആവശ്യം കാണും. മുടിയൊന്നും നരച്ച് കാണത്തില്ല, ഡൈ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. മുടി മുഖമൊന്നും ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടാവത്തില്ല. എല്ലാം വളരെ പുനരുദ്ധാന ശരീരത്തോടായിരിക്കും. നമ്മൾ ഒരു പാടും ഇല്ലാതായിരിക്കും. നമുക്കിനിയിപ്പം വല്ല സർജറി ചെയ്ത്, ഇപ്പൊ നമ്മുടെ തോമസ് സാറിനൊക്കെ ഹൃദയത്തിൽ മൊത്തം സർജറി ചെയ്തതിന്റെ ഒരു സ്കാറൊക്കെ കാണുമായിരിക്കും. അപ്പൊ എന്നാൽ പുനരുദ്ധാന ശരീരത്തിൽ നമ്മളുടെ സർജറി ചെയ്ത പാടോ ഫ്രാക്ചർ ഉണ്ടായതിന്റെ സൂച്ചർ ചെയ്തതിന്റെ പാടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഒരു പാടും ഇല്ലാത്ത നമ്മുടെ പാടുകളെല്ലാം അവൻ മായ്ക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പാട്ടിൽ നമ്മൾ പാടിയെന്ന കർത്താവ് തന്റെ പാടുകളൊക്കെ റീറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ ആ പാടുകൾ റീറ്റെയിൻ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഡൗട്ടിങ് തോമസസിന് വേണ്ടിയാണ്. സംശയിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് എന്താ കർത്താവ് ഈ പാടുകൾ റീറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം. ആ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നിത്യതയോളം കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം അറിയാൻ. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ തോമസിന്റെ ഡയലോഗ് നമുക്ക് വായിക്കാം. 25-ാമത്തെ വാക്യത്തിൽ, ആണിപ്പഴുതിൽ വിരലിടണം, എനിക്ക് അവന്റെ വിലാപ്പുറത്ത് കൈയിടണം, കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് അവരോട് പറഞ്ഞു. ഇപ്പം കർത്താവിന്റെ ഹൃദയത്തിന്റെ അവിടെ വിലാപ്പുറത്ത്, വിലാവെന്ന് പറഞ്ഞാൽ എന്താ, സൈഡ്, ഈ ഹാർട്ട് എവിടെ ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ, നമ്മുടെ ചെസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ഹാർട്ട് ഇരിക്കുന്നത്. അപ്പം ഇവിടെ വിലാപ്പുറത്ത് അവിടെ പടയാളി കുന്തം വെച്ച് കുത്തിയതായിട്ട് 19 ഇതേ യോഹന്നാൻ 19:34 നമ്മൾ കണ്ടേ. അപ്പം അത് വെറൊരു കുത്തൊന്നും ആയിരുന്നില്ല, അതങ്ങ് ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നൊരു കുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും എല്ലാം കൂടെ ഒരു പ്രവഹിച്ച് ഒഴുകുന്നതായിട്ടുള്ളൊരു കാര്യമൊക്കെ നമ്മളത് അതിന്റെ ആത്മീയ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം എന്നാ ആ പാട് ആ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ചില സഹോദരങ്ങളുടെയൊക്കെ ചില ബ്രെയിൻ സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ തലയോട്ടിയുടെ ചില ഭാഗത്തൊന്നും അങ്ങ് ഒട്ടിയിട്ടുണ്ടാവത്തില്ല. അപ്പം കുറെ കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അവിടെ അത്രയും ഭാഗത്ത് തലയോട്ടി ഒന്നും കാണത്തില്ല, അവിടെ ആ തോല് മാത്രമേ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ അത് ചില കാര്യങ്ങളിൽ എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ ആ പുനരുദ്ധാന ശരീരത്തില് ഈ വിലാപ്പുറത്തെ പാട് അത്രമാത്രം ഒരു ആഴത്തിലുള്ള പാടുണ്ടെന്ന് പറഞ്ഞാൽ അത് മറ്റേത് കയ്യിലെ പാട് വിരലിട്ട് നോക്കാനുള്ള അത്രയും സൈസ് ആവുള്ളേ. വിലാവിലെ പാട് ഒരാളുടെ കൈ ഇടാൻ തക്കവണ്ണമുള്ള ഒരു പാട്, ഒരു മുറിവെന്ന് പറയുമ്പോൾ എന്തോരം ഉണ്ട്, അത്രയും സൈസുള്ളൊരു വലിയൊരു മുറിവ് ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ എനിക്ക് കൈയിട്ട് നോക്കുമ്പം എങ്ങോട്ടാ എൻ്റെ കൈ പോകുന്നേ, കർത്താവിന്റെ ഹൃദയത്തിലേക്കാണ് എൻ്റെ കൈ പോകുന്നേ. കർത്താവിന്റെ ഹൃദയത്തിന്റെ തുടുപ്പ് എനിക്ക് അറിയാനൊക്കും. കർത്താവ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് കർത്താവ് ആ കാൽവരി കുരിശിലെ, കാൽവരി മലയിലെ അവസാനത്തുള്ള രക്തം ഒഴുക്കാൻ വേണ്ടി കർത്താവിന്റെ ആ ഹൃദയത്തിന് ആഴത്തിലുള്ള ഒരു സ്നേഹത്തിലേക്ക് നമ്മളുടെ കരങ്ങളെ കർത്താവിന്റെ വിലാപ്പുറത്തിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ അത് കർത്താവിന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക്, ആ സ്നേഹസ്പർശത്തിലേക്ക് നമ്മൾ പോകുന്നൊരു കരവാണ്. അപ്പം അതല്ലാതെ ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു 8 ദിവസം കഴിഞ്ഞിട്ട്. അപ്പം ആ 8 ദിവസം
അവന് ഒത്തിരി വല്ലാതെ പ്രയാസവും അതൊക്കെ ആയിരുന്നു. എന്നാൽ കർത്താവ് അത് വെയിറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് കാണുന്നത്. 8 ദിവസം അവനൊന്ന് നുറുങ്ങട്ടെ, കുറച്ചുകൂടെ അവനൊന്ന് നുറുങ്ങാനുണ്ട്. അത്രയും നുറുങ്ങിയാലേ അവന് എന്നെ വെളിപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് അവന് ആ ഒരു പാകതയിലേക്ക് വരുത്തുള്ളൂ. അതായത് ലാസറസ് മരിച്ച് 4-ാം നാൾ വരെ കർത്താവ് കാത്തിരുന്ന് പറഞ്ഞ പോലെ ഇത് 8 ദിവസം തോമസിന് ഒന്നുകൂടെ ഒന്ന് നുറുങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏത് സമയത്ത് എപ്പം പ്രത്യക്ഷപ്പെടണം എന്നുള്ള കാര്യമൊക്കെ, എപ്പോൾ ഉത്തരം തരണം എന്നുള്ള കാര്യമൊക്കെ നമുക്കാണെങ്കിൽ ഉടനടി ഇൻസ്റ്റന്റ്. ഇപ്പം കോഫി, ഇപ്പോൾ ഇൻസ്റ്റന്റ് കോഫി വന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എല്ലാം ഉടനടി. ഇപ്പം സ്വിഗ്ഗി ഓർഡർ ചെയ്തു, ഇത്ര സമയത്തിനുള്ളിൽ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓൺലൈൻ ഫുഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന്. കർത്താവിന് കർത്താവിൻ്റെതായ ചില സമയങ്ങളുണ്ട്. അപ്പം 8 ദിവസം കഴിഞ്ഞിട്ട്, 8 ദിവസം കഴിയുമ്പോൾ പറയുമ്പം ഒരാഴ്ച കഴിഞ്ഞ് പിറ്റേ ഞായറാഴ്ചയാണോ അതോ ഇനി തിങ്കളാഴ്ച ആയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്തായാലും വീണ്ടും ആ സമയത്തും ശിഷ്യന്മാരെല്ലാം അകത്ത് കൂടി ഇരിക്കുമ്പോഴായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 26-ാമത്തെ വാക്യം, ആഫ്റ്റർ 8 days his disciples were again inside എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് തോമസ് ഉണ്ടായിരുന്ന കാര്യം പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മ എടുത്ത് പറയുക. വാതിൽ അടച്ചിരിക്കുമായിരുന്നു. അപ്പോഴും ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു അളവിലുള്ള നിറവൊന്നും അന്ന് ഈ ഊതി കൊടുത്തപ്പം വന്നും കർത്താവ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഊതിയതായിട്ടൊക്കെ നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ലഭിച്ചപ്പോൾ ഉള്ളതുപോലെയുള്ള വലിയൊരു അഭിഷേകമൊന്നും അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. എന്നുവെച്ചാൽ അതുകൊണ്ട് വീണ്ടും കതവൊക്കെ അടച്ച് വീണ്ടും ഒരു യഹൂദന്മാരെ ഭയന്ന കതവടച്ചിരുന്നതെന്ന് അതിൻ്റെ തൊട്ട് മുമ്പ് 22-ാമത്തെ അതിൻ്റെ തൊട്ട് മുമ്പ് 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും വാതിലടച്ചിരിക്കുന്ന നമ്മളിവിടെ പേടിച്ചെന്നുള്ള വാക്യം പിന്നെ എടുത്ത് പരിശുദ്ധാത്മ എടുത്ത് പറയുന്നില്ലെങ്കിലും വാതിലടച്ചിരിക്കുന്ന പറയുമ്പോൾ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു. മറ്റേതിൻ്റെ അത്രയും പേടി കാണത്തില്ല. കർത്താവിനെയൊക്കെ കണ്ടു, കർത്താവിനെയൊക്കെ തൊട്ട് നോക്കി, എല്ലാം ഉണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവിനെ ഊതി. എന്നാൽ വീണ്ടും വാതിൽ അടച്ചിരിക്കുമായിരുന്നു എന്നുള്ള കാര്യം എന്നുവെച്ചാൽ അവർ നിറയപ്പെടേണ്ട അളവിൽ അതുപോലൊരു നിറവ് അവർക്ക് ലഭിച്ചിരുന്നില്ല. അത്രയും ആ പെന്തക്കോസ്ത് നാൾ വരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം ഉള്ള ഒരു കുറച്ചൊരു സ്റ്റാൻഡ് ബൈ ആയിട്ട് റിസർവ് പെട്രോൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതുവരെ പിടിച്ചു നിൽക്കുക. പെട്രോൾ പമ്പ് എത്തുന്നിടം വരെ റിസർവ് പെട്രോൾ കുറച്ചുകൂടെ ഉണ്ട്, സ്കൂട്ടറിനകത്തുണ്ട് അല്ലെങ്കിൽ കാറിനകത്തുണ്ടെന്ന് പറയുന്നത് പോലെ അതുവരെയുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർക്ക് കൊടുത്തു. എന്നാൽ വീണ്ടും അവർ കതവടച്ചിരിക്കുമായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ 26-ാമത്തെ വാക്യത്തിൽ. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. വീണ്ടും കർത്താവിന്റെ ഗ്രീറ്റിംഗ് എന്താ? അവർക്ക് സമാധാനം. നമ്മൾ ആ സമാധാനത്തെ കുറിച്ചൊക്കെ നമ്മൾ ആഴ്ചകളോളം കണ്ടു. പരിശുദ്ധാത്മാവ്, ദൈവത്തോടുള്ള സമാധാനം, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സമാധാനം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് 27-ാമത്തെ വാക്യത്തിൽ പിന്നെ തോമസിനോട് നിന്റെ വിരല് ഇങ്ങോട്ട് നീട്ടി. അതായത് ഈ തോമസ് ആരോടാ ഈ ഡയലോഗ് പറഞ്ഞേ? ബാക്കിയുള്ള ശിഷ്യന്മാരോടാ പറഞ്ഞേ. എന്നാൽ ഇത് ഡയലോഗ് ആര് കേട്ടു? പുനരുദ്ധാനം ചെയ്ത കർത്താവിന് ഇത് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് കർത്താവ് അതേ ഡയലോഗ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുക, നിന്റെ ആവശ്യമൊക്കെ എനിക്കറിയാം തോമസ്, ഇനിയിപ്പം നീ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തോമസിനോട് പറയുക എന്നുവെച്ചാൽ ഈ അപ്പിയറൻസ് തന്നെ, ആ പ്രത്യക്ഷപ്പെടൽ തന്നെ തോമസിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു പ്രത്യക്ഷപ്പെടൽ. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും തോമസ് അപ്പം ആ സമയത്ത് ഞാനാണ് ഇതിൽ ഏറ്റവും കുറവുള്ളവൻ എന്നുള്ളൊരു കാര്യത്തിൽ വല്ലാതെ നുറുങ്ങിയിരിക്കുന്ന സമയത്ത് തോമസിനോട് കർത്താവ് പ്രത്യക്ഷപ്പെടുക. എന്നുവെച്ചാൽ തോമസിനോട് പെട്ടത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നാളെ ഈ കേരളക്കരയിൽ വന്ന് നമ്മളോട് സുവിശേഷം പറയണമെങ്കിൽ തോമസ് വളരെ ശക്തിയോടെ, വിശ്വാസത്തോടെ അവൻ നിന്ന് കർത്താവിന് വേണ്ടി ജ്വലിക്കണമെങ്കിൽ അവന് സംശയമെല്ലാം മാറി അവനെ എന്നെ കാണണം. അതുകൊണ്ട് അന്ന് നമ്മളുടെ പേരൊക്കെ കർത്താവ് കേരളക്കരയിൽ ഇന്ന ആള് ഇന്ന ഏഞ്ചല് ഉണ്ട്, മനുവുണ്ട്, അർപ്പിത ജോസിന്റെ പ്രാർത്ഥനയുണ്ട്, ബാക്കി അവരെയൊക്കെ കർത്താവിനെ കുറിച്ച് അറിയണം. അപ്പം അതുകൊണ്ട് സുവിശേഷം ആദ്യം കേരളത്തിൽ എത്തണം. അപ്പം അതുകൊണ്ട് ആ തോമസ് കേരളത്തിലേക്ക് വരണം, ശക്തിയോടെ ഇനി വരാൻ വേണ്ടി. അതിനുവേണ്ടി കർത്താവ് തോമസിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടും. പത്രോസിന് വേണ്ടി പ്രത്യേകം പ്രത്യക്ഷപ്പെട്ട കാര്യം നമ്മൾ ലൂക്കോസ് 24-34 നമ്മൾ കണ്ടായിരുന്നു. ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നത് എന്താ കാരണം? പത്രോസ് തള്ളി പറഞ്ഞവനായതുകൊണ്ട്, അവൻ അതുപോലെ നുറുങ്ങിയിരിക്കുന്നതായതുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ തോമസ് അതുപോലെ ഏറ്റവും നുറുക്കമുള്ളവനായി ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പിന്നെ എല്ലാവരും നിൽക്കുക. പക്ഷേ ഇപ്പം എല്ലാവരും ഒരു ക്ലാസ്സിൽ 19 പേര് ഇരിക്കും, അല്ലെങ്കിൽ 30 പേര് ഇരിക്കും. പെട്ടെന്ന് ഇന്ന ആളെന്ന് പറയുമ്പോൾ ഇന്ന ആൾക്ക് എനിക്കൊരു സമ്മാനം തരാനുണ്ടെന്ന് പറയുമ്പോൾ എത്ര വലിയ സന്തോഷമാണ്. ബാക്കി ഇത്രയും പേര് ഇരിക്കുന്നത് എന്നെ വിളിച്ച്, ടീച്ചർ എന്നെ വിളിച്ച് സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ബാക്കി എല്ലാ ശിഷ്യന്മാരും നോക്കി നിൽക്കുക തോമസിനോട്. തോമസ് എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ആവേശമായിരിക്കും തോമസിന്. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി. തോമസിന് അതേ ഡയലോഗ് കർത്താവ് റിപ്പീറ്റ് ചെയ്യുന്ന 25-ാമത്തെ വാക്യത്തിൽ പറയുന്ന അതേ കാര്യം തന്നെ പറയുന്നു. നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. ആദ്യം കാണുന്ന കാര്യം. പിന്നെ നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക.
അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ഒരു ജെന്റിലായിട്ടുള്ള ഒരു റിബ്യൂക്ക്, ചെറിയൊരു ഒരു മയത്തിലുള്ള ഒരു ചെറിയ ശാസനയുണ്ട്. നീ അവിശ്വാസിയായിട്ടിരിക്കാതെ വിശ്വാസിയായിട്ട് ഇരുന്നാട്ടെ എന്ന്. അതിനകത്തൊരു ആ ഒരു ശാസനയിൽ എന്തുണ്ട്? ഒരു പ്രബോധനമുണ്ട്, ഒരു ആശ്വാസമുണ്ട്, ഒരു ധൈര്യപ്പെടുത്തലുണ്ട്. നീ അവിശ്വാസിയായിട്ടിരിക്കാതെ വിശ്വാസിയായിട്ടിരുന്നാട്ടെ. നീ കൈയിട്ട് നോക്കണമെന്നല്ലേ പറഞ്ഞു. എന്നാ എൻ്റെ വിലപ്പുറത്ത് കൈയിട്ട് നോക്കിക്കോ, എൻ്റെ ഹൃദയത്തുടിപ്പ് നീ ഒന്ന് അറിഞ്ഞാട്ടെ. എൻ്റെ ഹാർട്ടിൻ്റെ ഹാർട്ട് ബീറ്റ്സിൻ്റെ ആ ഒരു സ്നേഹത്തിന് ആഴമൊന്ന് നീ കണ്ടാട്ടെ. എൻ്റെ വിരൽ, എൻ്റെ കൈവിരൽ, എൻ്റെ കയ്യിലെ പാടുകൾ നീ കണ്ടില്ലേ? അത് നീ ഒന്ന് തൊട്ട് നോക്കിക്കൂ, വിരലിട്ട് നോക്കിക്കൂ എന്ന് തോമസ് തൻ്റെ ആ ഒരു നിസ്സഹായതയിൽ, തൻ്റെ ഒരു പരാതിയിൽ നിന്ന് നിന്നെണ്ണവണ്ണം പറഞ്ഞ വാക്കുകൾ പോലും കർത്താവ് ആ ഒരു ലെവലിലേക്ക്, ചില സമയത്ത് നമ്മളുടെ ചില വേദനയിൽ, നമ്മളുടെ ആ ഒരു നിസ്സഹായതയിൽ നമ്മൾ പറയുന്ന ചില പ്രാർത്ഥനയെ പോലും കർത്താവ് അതുപോലെ അങ്ങ് ഉത്തരം അരുളുമ്പോൾ, അയ്യോ കർത്താവേ, അവിടുത്തെ ആ സ്നേഹം കൊണ്ട് നമ്മളങ്ങ് ഓവർവെൽമഡ് ആയിപ്പോകും, നമ്മളങ്ങ് അതിലങ്ങ് മതിമറന്നു പോകും. ആ ഒരു അവസ്ഥയാണ് തോമസിനുണ്ടായത്. അപ്പോഴത്തേക്കും തോമസ് അപ്പം അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പം അവിടെ നിന്റെ അവിശ്വാസം, നമ്മളുടെ അവിശ്വാസം ഒരു ദുഷ്ടഹൃദയമാണ്. അവിശ്വാസമുള്ള ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? ദുഷ്ടഹൃദയമാണെന്നാണ് കഴിഞ്ഞ ആഴ്ച നാരായണ പേർ ആ വാക്യം എടുത്ത് വായിച്ചില്ല. എബ്രായർ 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നമ്മൾ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് ആ വാക്യം എല്ലാവർക്കും പരിചയമുണ്ടോ? എബ്രായർ 3-ന്റെ അതിന്റെ 12-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കണം. ആർക്കാ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം? അത് കർത്താവിനെ നെയ്റ്റ് പറഞ്ഞിട്ടില്ലാത്ത കുറെ അവിശ്വാസികളുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ, അവർക്കായി അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇവിടെ ആരോടെ ഈ പറയുന്നേ? സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ബ്രദറൻ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ ആരാ? വീണ്ടും ജനിച്ച് ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ അവിശ്വാസികളോടാണ് പറയുന്നത്. അവിശ്വാസികൾക്ക് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുണ്ട്. അതിന് പറഞ്ഞില്ലെങ്കിൽ അതാവുള്ളേ അവരുടെ കല്ലുകളുടെ ഹൃദയമുള്ളത്. എന്നാൽ ദൈവം നമുക്ക് മാംസമായിട്ടുള്ള ഹൃദയം തന്നു വീണ്ടും ജനനത്തിൽ. എന്നാൽ അത് വീണ്ടും നമ്മളുടെ ആ സ്വന്തം ഹൃദയം, സ്വന്തം ഇഷ്ടമാകുന്ന ജഡം, നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ആ സ്വന്തം ഇഷ്ടമാകുന്ന ജഡം വീണ്ടും കഠിനമായി ഒരു അവിശ്വാസം എല്ലാം, ആ ജഡത്തിലുള്ള അവിശ്വാസം എല്ലാം കടന്നു വന്ന് അതൊരു ദുഷ്ടഹൃദയമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയുന്ന തലത്തിലേക്ക് വരെ പോകാം. എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കൽ വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വീണ്ടും രക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നൊക്കെ പറയുന്ന ദുരുപദേശങ്ങളൊക്കെ, കാൽവിനിസ്റ്റിക് ദുരുപദേശങ്ങളൊക്കെ ഇന്ന് ക്രിസ്തീയ ലോകത്തുണ്ട്. എന്നാൽ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പോലും ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു ദുഷ്ടഹൃദയം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതാ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ, ഉത്സാഹിപ്പിച്ചുകൊള്ളുവിൻ, പ്രോത്സാഹിപ്പിച്ചുകൊള്ളുവിൻ എന്നുള്ളൊരു എൻകറേജ് ചെയ്യുക, എക്സോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം അവിടെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അപ്പം ആ ഒരു അവിശ്വാസം നമ്മളിലെ കർത്താവിനെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ മക്കൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ എന്നെ അപമാനിക്കുന്നതിന് വലിയോ പപ്പ അച്ഛൻ അത് പറഞ്ഞോ, അച്ഛൻ പറയുന്നത് ആ വാക്കിനൊന്നും വിലയില്ല, അച്ഛൻ പറയുന്ന വാക്കൊന്നും പാലിക്കത്തില്ല എന്നാണെങ്കിൽ അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു അപമാനമല്ലേ? അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ സ്വർഗീയ പിതാവിനെ, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വിശ്വാസമില്ലാതെ, ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെയൊക്കെ പറയും, നമ്മുടെ ജീവിതത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും നമ്മൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിശ്വാസി ആവുന്ന ഒരു കാര്യമാണ്. അപ്പം ഡു നോട്ട് ബി അൺബിലീവിങ്. നമ്മളുടെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ച് ഇവിടെ യോഹന്നാൻ 20 വരുക. അതാ നമ്മളിവിടെ വായിക്കുന്നത്. എന്താ കർത്താവ് പറയുന്നത്? ഡു നോട്ട് ബി അൺബിലീവിങ് ബട്ട് ബിലീവിങ് എന്ന് പറയുക. 27-ാമത്തെ വാക്യം, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു തോമസ് അവനോട്. അപ്പോഴത്തേക്കും ഈ കർത്താവിൻ്റെ ഈ സ്നേഹവും വാത്സല്യവും കർത്താവിൻ്റെ ആ ഒരു ചെറിയ ശാസനയിലുള്ള ആ ഒരു ഉത്സാഹവും പ്രോത്സാഹനവും ഒക്കെ, ആ ഊഷ്മളതയൊക്കെ, കർത്താവിൻ്റെ ആ പുനരുദ്ധാന ശരീരത്തെ തൊട്ട് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ഊഷ്മളത, അതൊക്കെ കർത്താവിൻ്റെ സ്നേഹത്താൽ അങ്ങ് മതിമറന്ന് തോമസ് എന്താ പറയുന്നത്? തോമസ് അവനോട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അത് ഒരു യഹൂദനായൊരു മനുഷ്യന് വേറൊരു മനുഷ്യനെ ഒരിക്കലും ദൈവമെന്ന് വിളിക്കത്തില്ല. ഇന്ന് യഹോവ സാക്ഷിക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ യേശുവിനെ ദൈവം എന്ന് ഇവിടെ പറയുന്നതൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കുക. അങ്ങനെയുള്ളവരെ ഒഴിഞ്ഞിരിക്കുക നമ്മൾ വേണ്ടത്. എന്നാൽ നമുക്ക് വചനത്തിൽ എത്ര വ്യക്തമായിട്ട് തോമസ് യേശുവിനെ, അത് തിയോസ് എന്നുള്ള വാക്ക്, ലോർഡ്,
എന്നുള്ള വാക്കും മൈ ഗോഡ് എന്ന് പറയുന്നത് തിയോസ് എന്നുള്ള വാക്ക് അത് ദൈവത്തെ കുറിക്കുന്ന വാക്കാണ്. ആ വാക്ക് തന്നെയാണ് അവിടെ തോമസ് ഉപയോഗിക്കുന്നത്. ഇപ്പം എൻ്റെ ദൈവമേ, അത് തോമസിന് മാത്രമല്ല ദൈവം, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ നമ്മൾ ഇതേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു കർത്താവ് സർവശക്തനായ ദൈവം. അപ്പം എൻ്റെ കർത്താവ് ആ സ്നേഹത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആശ്ചര്യത്തിൽ തോമസിൻ്റെ ആ ഒരു പ്രഖ്യാപനം, ആ ഒരു വിശ്വാസ പ്രഖ്യാപനം, കൺഫെഷൻ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ കർത്താവാണ്, എൻ്റെ ജീവിതത്തിൻ്റെ യജമാനാണ് നീ, എൻ്റെ ജീവിതത്തിൻ്റെ ദൈവവുമാണ് എന്നുള്ളൊരു കാര്യം, എൻ്റെ എല്ലാമാണെന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അതിനകത്ത് 29-ാമത്തെ വാക്യം 29-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്താ പറയുന്നത്? യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നീ എന്നെ കണ്ടതുകൊണ്ടാണ് ഇപ്പം വിശ്വസിച്ച നല്ല കാര്യം, എന്ന് കാണാതെ വിശ്വസിക്കുന്നു. അപ്പം അന്ന് അവരൊക്കെ കണ്ട് വിശ്വസിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും, അന്ന് നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ കർത്താവിനോടൊപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കർത്താവിനെയൊക്കെ കണ്ട് അതായിരുന്നെങ്കിൽ വലിയ ഭാഗ്യമായിരുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വാഭാവിക ബുദ്ധി തോന്നുന്ന പരിശുദ്ധാത്മ പറയുന്നത്, നമ്മളത് കാണാതെ ഇന്ന് വിശ്വസിക്കുമ്പോൾ അത് കൂടുതൽ വലിയ ഭാഗ്യമായിട്ടാണ്. അന്നത്തെ അപ്പോസ്തലന്മാരെക്കാട്ടിൽ ഈ ഒരു ആസ്പെക്റ്റിൽ, ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഭാഗ്യമുണ്ട്. എന്താ? നമ്മൾ യേശുവിനെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ കാണാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അതാ കാണാതെ വിശ്വസിക്കുന്നവന് അതാ പറയുന്നത്, ബ്ലെസ്സഡ് ആർ ദേ ഹു ഡിഡ് നോട്ട് സീ ആൻഡ് ഡിഡ് ബിലീവ്. നമ്മളുടെ ഇന്ന് നമ്മളുടെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല, നമ്മൾ ഇന്ന് എന്താ വിശ്വാസ കണ്ണുകളാലെ കണ്ടാ വിശ്വസിക്കണ്ടേ. അദൃശ്യനായ ദൈവത്തെ കണ്ടവൻ എന്ന വണ്ണം എന്ന് മോശയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ ആ വാക്യം പെട്ടെന്ന് എടുത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ, ബാക്കിയുള്ള വാക്യത്തിലേക്ക് നമ്മൾ പോകാനും സമയമില്ലല്ലോ. എബ്രായർ 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറയുമ്പോൾ മോശയ്ക്ക് എങ്ങനെ ഉറച്ചു നിൽക്കാൻ സാധിച്ചു? ശരിയാണ്, മോശയ്ക്ക് പല കുറവുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവിടെ എബ്രായർ 11-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. എന്നുവെച്ചാൽ അദൃശ്യ ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ പറ്റാത്ത ദൈവം. അപ്പം സീയിങ് ഹിം ഹു ഈസ് അൺസീൻ, കാണാൻ പറ്റാത്തവനെ കണ്ടതുപോലെ. അതാ നമ്മൾ പറയുന്നു, കർത്താവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എന്നാൽ നമ്മൾ വിശ്വാസ കണ്ണുകളാൽ നമ്മൾ കാണുന്നു. അതാ വിത്ത് ഐസ് ഓഫ് ഫെയ്ത്ത് ഐ ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം എന്നൊക്കെ നമ്മൾ ആ ഡോൺ മോൻ്റെ പാട്ടിൽ പാടുന്ന പോലെ, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോകുന്നു. അപ്പം മിസ്രൈം വിട്ടു പോരാൻ അവന് രാജാവിൻ്റെ കോപം ത്തേക്ക് അവന് ഭയപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ അവിടെ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ ആ നിലപാടും കാര്യങ്ങളൊക്കെ കണ്ട് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു വിശ്വാസം അവന് ദൈവം കൊടുത്തതായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നമ്മളിവിടെ കാണുന്നത്. അപ്പം നമ്മളുടെ ജീവിതത്തിലും ചില ചോദിക്കും, നിങ്ങൾ എന്താ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണോ വിശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇപ്പം നമ്മുടെ അനിൽ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അനിലിനെ ഒരു വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പോയി വൈഫിനെ ഇൻലോസിനെയൊക്കെ കണ്ട ഒരു അനുഭവം ഉണ്ടായ കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചിലർക്ക് അങ്ങനെ ദൈവം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില ദൈവത്തിൻ്റെതായ ചില പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് ദൈവം കൊടുക്കുന്നു. എന്നാൽ നമ്മൾ എന്നാലും അനിലിന് ഞാൻ ചോദിച്ചു, അനിൽ കർത്താവിനെ കണ്ടില്ല, കർത്താവിനെ കണ്ടില്ല, ബാക്കി വൈഫിൻ്റെ ഗ്രാൻഡ് പേരൻസിനെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ ചിലർ ഓഫ്കോഴ്സ് കർത്താവിനെ ദർശനത്തിൽ കണ്ടിട്ടുള്ളവരും ഒക്കെ, ഇപ്പം പൗലോസ് തന്നെ കർത്താവിനെ കാണുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ പൗലോസ് ആവുന്നത് ദമാസ്കോസിലേക്കുള്ള പടിവാതിൽക്കൽ കർത്താവിനെ അവിടെ കാണുന്നൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പം എന്നാൽ ദൈവത്തിൻ്റെ ഇപ്പം എൻ്റെ ജീവിതത്തിലും ചെറിയ ഒരു 3-4 ദർശനങ്ങൾ മാതിരിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും യേശുവിനെ ഞാൻ ദർശനത്തിൽ കണ്ടിട്ടില്ല. വേറെ ചില കാര്യങ്ങൾ ദൈവം ദർശനത്തിലൂടെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇവ സാങ്ക് ബേറും പറയുന്നിട്ടുണ്ട്, ബേറും കർത്താവിനെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം ദർശനത്തിൽ. എന്നാൽ നമ്മളപ്പോൾ അധികം ഭാഗ്യവാന്മാരെന്താ? കാണാതെ വിശ്വസിക്കുന്നവരാണ്. അപ്പം നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു കണ്ണുകളുണ്ട്, നമ്മൾ ആത്മീയ മനുഷ്യൻ്റെ കണ്ണുകൾ. നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ നമ്മളുടെ ആത്മാവ് നമ്മളൊരു ശിശുവായിട്ട് വീണ്ടും ജനിച്ചപ്പം ആ ആത്മീയ ശിശുവിന് കാതും ചെവിയും, കാതെന്ന് പറഞ്ഞാണല്ലോ ചെവി, കാതും കണ്ണും വചനം ടേസ്റ്റ് ചെയ്യാനുള്ള രുചിയും
തൊട്ട് നോക്കാനുള്ള ആ ഒരു സ്പർശ്യതയും മണക്കാനുള്ള ആത്മീയ മണം, നമ്മളുടെ ആ ഫൈവ് സെൻസസിനെ കുറിച്ച്, ആത്മീയമായിട്ടുള്ള ആ ഒരു പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഞായറാഴ്ചകളിലൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ ആത്മീയ കണ്ണുകളാൽ, വിശ്വാസ കണ്ണുകളാൽ നമുക്ക് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലെ കർത്താവിന്റെ ഒരു തേജസ്, കർത്താവിന്റെ ആ ഒരു നന്മ, തേജസ്, കർത്താവിന് നമ്മൾ യുനോ ഈ ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴി എന്ന വണ്ണം ആ കാണുന്നതെന്ന് പൗലോസ് തന്നെ 1 Corinthians 13 സ്നേഹത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കണ്ണാടിയിൽ കടമൊഴി എന്ന വണ്ണം ആ കാണുന്നതെന്ന് അന്ന് നേരിട്ട് കാണുമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ 1 Corinthians 13 വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ വിശ്വാസ കണ്ണുകളാൽ കാണുന്നൊരു അനുഭവമാണ് നമുക്കുള്ളത്. എന്നാൽ ആ വിശ്വാസ കണ്ണുകളാൽ നമ്മൾ കണ്ട് വിശ്വസിക്കുമ്പോൾ അത് വലിയൊരു ഭാഗ്യാവസ്ഥയാണ്, കണ്ട് വിശ്വസിക്കുന്നതിനെക്കാട്ട്. അപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് ചില ദർശനങ്ങളോ ചില അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ തരുന്ന, അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അത് എത്ര വലിയൊരു ഭാഗ്യാവസ്ഥയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഞാനിന്ന് പറഞ്ഞു വരുന്നതൊക്കെ ഞാനിന്ന് കൺക്ലൂഡ് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ആ ഒരു നമ്മൾ തോമസിന്റെ കാര്യം പറയാൻ വേണ്ടി നമ്മൾ യോഹന്നാൻ 11 പോയപ്പോൾ യേശു എങ്ങനെ പിതാവിന്റെ പ്രേരണ അനുസരിച്ച് മേഘസ്തംഭവും അഗ്നിസ്തംഭവും നീങ്ങുന്നത് പോലെ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് മാത്രം കർത്താവ് ലാസറസിന്റെ വീട്ടിലോട്ടൊക്കെ എങ്ങനെ ആത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് മാത്രം ഓരോ കാര്യങ്ങളും മുമ്പോട്ട് ചെയ്തു, ഓരോ വാക്കുകളും സംസാരങ്ങളും പ്രവൃത്തികളും ഒക്കെ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് മുമ്പോട്ട് നീങ്ങിയതായിട്ടുള്ള കാര്യം ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ തോമസിനെ കുറിച്ചുള്ള യോഹന്നാൻ 11 ലൂക്കോസ് 6 യോഹന്നാൻ 21 യോഹന്നാൻ 20 തോമസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, തോമസിന്റെ എന്നുള്ള വാക്ക് എന്ന ഇരട്ട ട്വിൻ എന്നുള്ള വാക്ക്, അതിന്റെ അർത്ഥമൊന്നും, ദിദിമോസ് എന്നുള്ള വിളിപ്പേര് വന്നതിന്റെ കാരണം ദിദിമോസ് എന്നുള്ള വാക്കിന് ഇരട്ടിപ്പ്, ടു ഫോൾഡ് എന്നുള്ളൊരു അർത്ഥമാണെന്നുള്ള കാര്യവും. എന്നാൽ പിന്നെ നമ്മൾ തോമസിന്റെ ആ ഒരു അവിശ്വാസത്തിന്റെയും നുറുങ്ങലിന്റെയും പരാതിയുടെയും അപകർഷതാബോധത്തിന്റെയും വേദനയുടെയൊക്കെ ആ സമയത്തേക്ക്, ആ നിലയിലേക്ക് താണു ഇറങ്ങി വരുന്ന ഒരു യേശുവിനെ നമ്മൾ കണ്ടു. പുകയുന്നതിരി കെടുത്തിക്കളയാത്ത, ചതഞ്ഞ ഓട കുടിച്ചു കളയാത്ത, പുകഞ്ഞതിരി കെടുത്തിക്കളയാത്ത ഒരു യേശുവിനെ കുറിച്ച് നമ്മൾ മത്തായി 12 നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ തിരിച്ചിഞ്ഞ് വന്നപ്പം കർത്താവിന്റെ ആ ഒരു ഹൃദയത്തിലേക്ക് ചെല്ലുന്ന ഒരു കയ്യ, നമ്മൾ കർത്താവിന്റെ പിലാവിലേക്ക് കൈയിടുമ്പം ആ വലിയൊരു മുറിവ് കർത്താവിന്റെ ഹൃദയത്തുടിപ്പ് അറിയാൻ തക്കവണ്ണം, കർത്താവിന്റെ സ്നേഹത്തെ അറിയാൻ തക്കവണ്ണം ആ ഹൃദയത്തുടിപ്പ് ഇന്ന് നമുക്ക് അക്ഷരികമായിട്ട് കർത്താവിന്റെ പിലാവിൽ കൈയിടാൻ പറ്റത്തില്ലെങ്കിലും വിശ്വാസ കണ്ണുകളാൽ, വിശ്വാസ കണ്ണുകളാൽ നമ്മൾ കർത്താവിനെ കാണുമെന്ന് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മുടെ ആത്മാവിൽ നമുക്ക് കർത്താവിന്റെ അണിപ്പഴുതുള്ള കാര്യങ്ങൾ തൊട്ട് നോക്കാനും അതുപോലെ തന്നെ കർത്താവിന്റെ പിലാവിൽ കൈയിട്ട് കർത്താവിന്റെ ആ ഹൃദയത്തുടിപ്പ് അറിയുവാനും, കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം അറിയുവാനും തോമസിനെ അതുപോലെ കർത്താവ് ഉറപ്പിച്ചത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. ഈ കേരളക്കരയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഉള്ള ആൾക്കാർ ആദിവ്യ സുവിശേഷം അറിഞ്ഞ് അതുപോലെ ഇന്ന് അതുകൊണ്ട് ഇന്ന് കേരളത്തിലൊക്കെ ഇത്രയും സാക്ഷരതയും കാര്യങ്ങളും ഒക്കെ വന്നതിൻ്റെ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ ചിലർ കളിയാക്കിയാണെങ്കിലും പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും സാക്ഷരതയും കാര്യങ്ങളൊക്കെ വരാനൊക്കെ ഇടയായ കാര്യം എന്ന് വെച്ചാൽ സുവിശേഷത്തിന്റെ വെളിച്ചം അത്രമാത്രം വിഗ്രഹാരാധനയുടെ അന്ധകാരം നിറഞ്ഞ ആ ഒരു ഭാരതത്തില് സുവിശേഷത്തിന് വിളിച്ച് ആദ്യമായിട്ട് ഏറ്റെടുക്കാനായിട്ട് കേരളക്കരയില് ദൈവം അന്ന് തോമസിനെ സ്വീകരിക്കാനും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സ്വീകരിക്കാനും ഒക്കെ ആളുകളെ ഒരുക്കിയതുകൊണ്ട് അത് തോമസ്, അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് എത്ര സർവ്വവ്യാപകമായിട്ട് നമുക്ക് ഇന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് നമുക്ക് കേരളത്തിലൊക്കെ എത്ര അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്ന് പല നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷമൊക്കെ കിട്ടാനും കേൾക്കാനും ഒക്കെ എത്ര പ്രയാസവും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥാനത്ത് ഇവിടെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളിലൊക്കെ എത്രയോ ആ സുവിശേഷത്തിന് വെളിച്ചം ജനഹൃദയങ്ങളെ ഒത്തിരി മാറ്റി, ഒത്തിരി ആൾക്കാരിലെ ആ ഒരു വിജ്ഞാനത്തെക്കുറിച്ചും സാക്ഷരതയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ ഒത്തിരി ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ പിന്നീട് വരുവാനും ഒക്കെ കാരണമാകാൻ തക്കവണ്ണം, അന്നേ സുവിശേഷത്തിന്റെ പാത ഒരുക്കാൻ തക്കവണ്ണം കർത്താവ് തോമസിനെ, അതായത് നമുക്കായിട്ട് കർത്താവ് തോമസിനെ ഉറപ്പിക്കാൻ വേണ്ടി തോമസിന്റെ ആ നിലയിലേക്ക് കടന്നു വന്ന കാര്യവും പിന്നെ തോമസിന്റെ ആ ഒരു വിശ്വാസ പ്രഖ്യാപനം, കർത്താവ് മാറ്റമില്ലാത്ത സർവശക്തനായ ദൈവമാണെന്നുള്ള കാര്യവും, പിന്നെന്താ നമ്മള് വിശ്വാസ കണ്ണുകളാല് കണ്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം, വിശ്വാസ കണ്ണുകളാല് കണ്ട് വിശ്വസിക്കാനും കർത്താവിന്റെ വിശ്വാസത്തിന്റെ കരങ്ങളാല് കർത്താവിനെ തൊട്ട് നോക്കി കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം, കർത്താവിന്റെ ഹൃദയത്തുടിപ്പിലേക്ക് നീങ്ങുന്ന ആ സ്നേഹത്തിന്റെ ആഴമൊക്കെ അറിയാൻ തക്കവണ്ണമുള്ള ആ ഒരു കാര്യത്തിലേക്ക് വരണമെന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് കർത്താവ് തന്നെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് ഊതട്ടെ, പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് നിറയ്ക്കട്ടെ. കർത്താവ് തന്നെ നമ്മളെ അധികമായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെതായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലെ ഉത്തരങ്ങള് തരികയും ചില സമയങ്ങളിൽ തരാൻ താമസിക്കുകയും കർത്താവിൻ്റെതായ രീതിയിൽ സ്പെഷ്യലായിട്ടുള്ള രീതിയിലൊക്കെ തരികയൊക്കെ ചെയ്യുന്ന കർത്താവ്.
അവിടുത്തെ ക്രിയകൾ സർവ്വം ഞാൻ എണ്ണി ഞാൻ വാഴ്ത്തുന്നു. നീ മുൻ തുറന്നതാം ഇടുക്കാം മാർഗേ ഞാൻ പിന്തുടർന്നിടും. ആ ജീവനുള്ള പുതുവഴി, അതിലൂടെ ആ ഇടുക്കമുള്ള മാർഗത്തിലൂടെ ഞാൻ പോകും. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസയിൽ പൂർണ്ണ വിശ്വാസത്താൽ ശുദ്ധ മനസ്സോടെ ഞാൻ നിൻ സന്നിധ വന്നിടും. പാപജടം ചീന്തി ഈ മാർഗേ ചെന്ന് ഞാൻ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങൾ, പാപജടം ആ ജഡം ചീന്തി നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ മരണത്തിന് ഏൽപ്പിച്ച് ഈ മാർഗത്തിൽ ഞാൻ വരും. ആ കഷ്ടതകളിൽ ശ്രേഷ്ഠ കൂട്ടായ്മയിൽ നിൻ കൂടെ എന്നും പങ്കാളിയായിടും. നമ്മൾ വളരെ ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങൾ പറയുന്നൊരു പാടും ഞാൻ രക്ഷക ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു വരികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ധ്യാനിച്ച് നമുക്ക് നമ്മളിന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ ക്രിയകൾ എത്ര വലുതാണ്. അവിടുന്ന് യോന മരണപര്യന്തം ഞാൻ കോപിക്കാൻ എനിക്ക് വിഹിതമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടേതായ ഒരു സാഠ്യത്തിൽ പറയുമ്പോൾ പോലും കർത്താവിൻ്റെ ദയ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത് പോലെ റോമർ 2:4 നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദയ പല അവസരങ്ങളിലൊക്കെ കർത്താവ് നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് നമ്മളോട് കാര്യങ്ങളെ വെളിപ്പെടുത്തിയില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് ഇവിടെ ആയിരിക്കത്തില്ല. കർത്താവിൻ്റെ ദയ, കർത്താവ് ആ സമയത്ത് നമ്മളുടേതായ പല പരാജയങ്ങളിലും പ്രയാസങ്ങളിലും പിടിവാശിയിലും ഒക്കെ നമ്മൾ കാണിച്ച കർത്താവിൻ്റെ ദയ നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവിടുത്തെ ആ ക്രിയകൾ എത്ര വിസ്മയമുള്ളതാണ്, എത്ര വലുതാണ്. അതിനെ ഞാൻ എണ്ണി വാഴ്ത്തുന്നു. അവിടുന്ന് തുറന്ന ആ വാതിലിൽ, കർത്താവ് പോയ വഴിയിൽ, ആ ജീവന്റെ പുതുവഴിയിൽ പിതാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് മാത്രം ജീവിച്ച ആ പുതുവഴിയെക്കുറിച്ചൊക്കെ നമ്മളിന്ന് കേട്ടു. അതുവഴി ഞാൻ പോകാനായിട്ട് ഞാൻ ഇതിനെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് കർത്താവിന് മുമ്പാകെ ഒരു പുതു സമർപ്പണത്തോടെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് നമുക്ക് പാടാം. നിൻ ക്രിയകൾ സർവം. നമ്മളെ തേടി വന്നൊരു കർത്താവ്, ചതഞ്ഞ ഓട ഒടിച്ചു കളയാതെ, പുകയെന്ന് തിരികെ എടുത്തി കളയാതെ ജയത്തോളം നമ്മളെ നടത്തുന്ന ഒരു കർത്താവ് ഏതൊരു ജയത്തിലേക്ക് നമ്മൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു, ആ ജയം നമ്മൾ എത്തുന്നിടം വരെയും സർവത്തിലും ജയഘോഷമായിട്ട്, ജയോത്സവമായിട്ട്, നമ്മൾ ക്രിസ്തുവിന് സൗരഭ്യവാസനയായിട്ട് സർവത്തിലും ജയം പ്രാപിക്കുന്നിടവും വരെയും നമ്മളുടെ ചതഞ്ഞ അവസ്ഥകളും പുകയുന്ന അവസ്ഥകളും ഒക്കെ കർത്താവ് മനസ്സലിവ് തോന്നി, കർത്താവിന് അയോഭാവം തോന്നി, കർത്താവിന് കമ്പാഷൻ തോന്നി, മനസ്സലിവ് തോന്നി. അവിടുന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഇറങ്ങി വന്നൊരു കർത്താവ്, നമ്മളെ രക്ഷിച്ച ആ സമയത്ത് തന്നെ നമ്മളായിരിക്കുന്ന ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വേളയിൽ അരുമയോടെ അരികിൽ വന്ന ആത്മനാഥനെ യേശുവാന്ന് നമ്മൾ പാടുന്നത് പോലെ നമ്മളെ രക്ഷിച്ച വേളയിൽ നമ്മളെ മൃതപ്രായമായിട്ട് നമ്മളെ ചോരയിൽ ഒരു കണ്ണിൻ്റെ ഏതോനാഥ ചോരയിൽ കുളിച്ച് കിടന്ന ആ സമയത്ത് ജീവിക്കുക എന്ന് കൽപ്പിച്ച് നമ്മളെ തേടി നമ്മളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നൊരു കർത്താവ് വീണ്ടും എന്തെല്ലാം അത്ഭുതങ്ങളും എന്തെല്ലാം വിടുതലുകളും എന്തെല്ലാം വചനത്തിന് ആശ്വാസവും കാര്യങ്ങളും എല്ലാം കേട്ടതിന് ശേഷവും വലിയ വചനത്തിന് വലിയ ആഴങ്ങളും സ്റ്റാൻഡേർഡ്സും എല്ലാം കേട്ടതിന് ശേഷവും വീണ്ടും നമ്മൾ എന്തെല്ലാം ഹൃദയം കഠിനപ്പെടുത്തി പല വീഴ്ചകളിലൂടെ, പല താഴ്ചകളിലൂടെ, പല പരാതിയിലൂടെ, പിറുപിറുപ്പിലൂടെ, അവിശ്വാസത്തിലൂടെ എല്ലാം കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ആ നിമിഷങ്ങളിലെല്ലാം നമ്മളെ തേടി കർത്താവ് സ്പെഷ്യലായിട്ട് ആ തോമസിനെ തേടി വന്നതുപോലെ കർത്താവിൻ്റെതായ ഒരു സമയത്ത് കർത്താവ് നമ്മളെ തേടി വന്നു, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ആ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക് വിരലിട്ട് നോക്കാൻ, ആ വിലാപ്പുറത്തുള്ള ആ മുറിവിലേക്ക്, കർത്താവിൻ്റെ ഹൃദയത്തുടുപ്പിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ആ മുറിവിലേക്ക് കൈയിട്ട് നോക്കുവാൻ തക്കവണ്ണം നമ്മൾ കർത്താവിൻ്റെ ആ മുറിവുകളിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിച്ചതുപോലെ നമ്മളുടെ അവിശ്വാസത്തിൻ്റെയും പല പ്രയാസത്തിൻ്റെയും വേദനയുടെയൊക്കെ നിമിഷങ്ങളിൽ നമുക്ക് അവിടെ ആശ്വാസമായിട്ട് കർത്താവിൻ്റെ ആ മുറിവുകളിലേക്ക് നമുക്ക് നോക്കാം. നമുക്കായിട്ട് അണിപ്പഴുതേറ്റ ആ കരങ്ങൾ, കാലുകളും, നമുക്കായിട്ട് മുറിവേറ്റ് തുളയ്ക്കപ്പെട്ട വിലാപ്പുറം, അതിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ ആ അടിപ്പിണരുകളാൽ കർത്താവിൻ്റെ ആ പുറത്തേറ്റ അടിപ്പിണരുകൾ, അതിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മളുടെ വേദനയും മുറിവുകളും നമ്മളുടെ പ്രയാസങ്ങളും ഒക്കെ ഒന്നുമല്ല കർത്താവിനെ അണിപ്പഴുത് കാണുമ്പോൾ. കർത്താവ് ആ വിലാപ്പുറത്തെ ആ വലിയ ആ ഹൃദയത്തിലേക്ക് ചെല്ലുന്ന ആ വലിയ ദ്വാരം കാണുമ്പോൾ, ആ വലിയ വിടവ് കാണുമ്പോൾ, ആ പിളർക്കപ്പെട്ട പാറയായിട്ട്, യുഗങ്ങളുടെ പാറയായിട്ട് കർത്താവ് അവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ പിളർപ്പിൽ, കർത്താവിൻ്റെ ആ വേദനയിലും കർത്താവിനെ അണിപ്പഴുതിലും ഒക്കെ എൻ്റെ വേദനയും പ്രയാസവും എൻ്റെ നെടുവീർപ്പും എല്ലാം അലിഞ്ഞില്ലാതാവും. ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ, വലിയൊരു ശബ്ദം ഉണ്ടാവുമ്പം ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ
അങ്ങ് ഇല്ലാതായി പോകുന്നത് പോലെ, സൂര്യന്റെ പ്രകാശം വരുമ്പോൾ നക്ഷത്രങ്ങളുടെ വെളിച്ചമൊന്നും കാണാൻ പറ്റാത്തതുപോലെ, നക്ഷത്രങ്ങളെ കാണാൻ പറ്റാത്തതുപോലെ, നമ്മളുടെ ചെറിയതും വലുതുമായിട്ടുള്ള അവിശ്വാസങ്ങളും പ്രയാസങ്ങളും വേദനകളും നൊമ്പരങ്ങളും വിഹുലതകളും ഒക്കെ കർത്താവ് ഏറ്റ ആ കർത്താവ് അനുഭവിച്ച ദുഃഖപുത്രനായിട്ട് വ്യസനപാത്രമായിട്ട് കർത്താവ് അനുഭവിച്ച വേദനകളുടെ മുമ്പിൽ അതെല്ലാം അലിഞ്ഞില്ലാതായി തീരും. നമുക്ക് സൗഖ്യം പ്രാപിക്കാം. കർത്താവിലേക്ക് നമുക്ക് വരാം. തെറ്റിയലയുന്ന ആടുകൾ ഇടയന്റെ അടുക്കിലേക്ക് വന്ന് നമുക്ക് സൗഖ്യം പ്രാപിക്കാം. കർത്താവിലേക്ക് നമുക്ക് നോക്കാം. കർത്താവ് നമ്മളുടെ ഇടയിലുണ്ട്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടുന്ന് നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഇന്നും ഊതിത്തരുന്ന, നമ്മളിലേക്ക് അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ ചൊരിയുവാനായിട്ട് വെമ്പുന്ന ഒരു കർത്താവ്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളെ തന്നെ നിറയ്ക്കും. അവിടുത്തെ സ്നേഹത്താലും ആശ്വാസത്താലും സമാധാനത്താലും എല്ലാം നമ്മളെ നിറയ്ക്കും. ആരോടും എന്നെ പ്രസിദ്ധമാക്കരുതെന്ന് പറഞ്ഞൊരു കർത്താവ്, എല്ലാവരും തന്നെ പിഞ്ചെന്ന് വന്ന എല്ലാവരെയും സൗഖ്യമാക്കിയ ഒരു കർത്താവ്, ആരെയും തള്ളിക്കളയാത്തൊരു കർത്താവ്, ആ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് മാത്രം മുമ്പോട്ട് നീങ്ങിയ ഒരു കർത്താവ്. ഇത്ര വലിയൊരു ദൈവം നമുക്കൊരു മാതൃകയായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമ്മൾ ഓരോ സമയത്തും പരിശുദ്ധാത്മാവിന്റെ ആലോചന അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ കടിഞ്ഞാണ് നമ്മുടെ നാവിന്മേലായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളിൽ കർത്താവെ എന്നെ ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് ഞാൻ പ്രായമാകും, ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് എന്നെ കർത്താവ് മറ്റൊരു വഴി നടത്തുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ, അവിടുന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചല്ല, മറിച്ച് അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് പോകുവാൻ തക്കവണ്ണം കർത്താവെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു നമുക്ക് പറയാം. അവിടുത്തെ മുറിവുകളിൽ നമുക്ക് സൗഖ്യമാകട്ടെ. നമ്മളുടെ അവിശ്വാസം എല്ലാം അലിഞ്ഞ് ഇല്ലാതായി പോകട്ടെ. കർത്താവിൻ്റെ ആ സ്നേഹം നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ. കർത്താവിലേക്ക് നമുക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, നന്ദി കർത്താവേ, നന്ദി. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിപ്പിൻ എന്നുള്ള അവിടുത്തെ ആ പ്രബോധനം, കർത്താവെ, ആ ഒരു ആശ്വാസവും പ്രബോധനവും തിരുത്തലും കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കട്ടെ. കർത്താവെ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം പലപ്പോഴും ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. കർത്താവ് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ വചനമൊക്കെ എന്നിൽ നിറവേറ്റാൻ പറ്റുമോ? കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? പല കാര്യങ്ങളിലും കർത്താവെ അവിശ്വാസത്തോടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും അവിടുത്തേക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിൽ കർത്താവെ ഞങ്ങൾ അവിശ്വസിച്ച് പോയിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവെ തോമസിനോട് വന്ന് പറഞ്ഞതുപോലെ, നോട്ട് ബി അൺബിലീവിങ് ബട്ട് ബി ബിലീവിങ്. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും, വിശ്വസിക്കുമെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ ഇമ്പസ്വരം ഞങ്ങൾ ഇന്ന് കേൾക്കുന്നു. അങ്ങിൽ നിന്ന് അത് കേട്ട് കർത്താവെ അവിടുത്തെ ആണിപ്പഴുതിലേക്ക് കർത്താവെ കരം ചേർത്ത്, കർത്താവ് അവിടുത്തെ വിലാവിങ്കിലേക്ക് കരങ്ങൾ ചേർത്ത് കർത്താവ് ഞങ്ങൾ വിശ്വസിക്കട്ടെ. കർത്താവെ ആ മാർവെടുത്ത് ഞങ്ങൾ ചാരി ഞങ്ങൾ ആശ്വസിക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് കർത്താവെ ഞങ്ങൾക്ക് അങ്ങയെ വിളിച്ച് അങ്ങയിൽ അഭയം പ്രാപിച്ച് സാഷ്ടാംഗം പ്രണമിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചാട്ടെ. കർത്താവെ, അവിടുന്നാണ് ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥൻ. അതിൻ്റെ ലോഡ്ഷിപ്പ് കർത്താവെ, അതിൻ്റെ കർത്തൃത്വം ഇനി അങ്ങേക്കാണ്. ഇത്രയധികം ഞങ്ങളെ സ്നേഹിച്ച് കർത്താവെ ഞങ്ങൾക്കായിട്ട് കർത്താവെ ഇന്ന് താണിറങ്ങി ഈ യോഗത്തിൽ ഞങ്ങളെ കർത്താവെ അവിടുന്ന് കണ്ടെത്തുവാനായിട്ട് താണിറങ്ങി ഇങ്ങ് വന്നുവല്ലോ, ഞങ്ങളോട് സംസാരിച്ചതല്ലോ. അവിടുന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, അതിൻ്റെ കർത്താവെ നിയന്ത്രണാവകാശം നീ കർത്താവെ, ആ ചാവി, ആ ഡ്രൈവിംഗ് സീറ്റൊക്കെ കർത്താവെ അങ്ങേക്കായിട്ട് ഞങ്ങൾ ഒഴിഞ്ഞു തരുന്നു. അവിടുന്ന് ഞങ്ങളെ നയിക്കണം കർത്താവെ. അവിടത്തേക്കായിട്ട് കർത്താവെ ഞങ്ങളുടെ കർത്തൃത്വം അവിടത്തേക്കായിട്ട് ഏൽപ്പിക്കുന്നു. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം അവിടുന്നാണ്. അവിടത്തേക്കായിട്ട് ജീവിപ്പാൻ കർത്താവെ, ആ തോമസ് അതെല്ലാം കഴിഞ്ഞ് അവന് കർത്താവെ ആ കപ്പലുകളൊക്കെ താണ്ടി കപ്പലുകളിലൊക്കെ കയറി അവന് കേരളക്കരയിലെത്തി അവന് സുവിശേഷം പറഞ്ഞ് കർത്താവ് രക്തസാക്ഷിത്വം വഹിച്ചതുപോലെ കർത്താവെ അവിടുത്തെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ കർത്താവെ ഞങ്ങളെ കർത്താവെ യഥാസ്ഥാനപ്പെടുത്തി അനേകർക്ക് അനുഗ്രഹമാകുവാൻ, അനേകരിലേക്ക് അവിടുത്തെ വാർത്തയെ അറിയിക്കുവാൻ, അവിടുത്തെ സാക്ഷിയാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. തോമസിനെ അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങൾക്കായിട്ട്, കേരളത്തിനായിട്ട് കർത്താവെ, ഈ തെക്കേ ഇന്ത്യക്കായിട്ട് കർത്താവെ അവിടുന്ന് അന്ന് തന്നെ ഈ സുവിശേഷത്തിന് വിളിച്ച് ഇങ്ങോട്ട് ഞങ്ങളുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. എല്ലാത്തിനായിട്ടും സ്തുതിക്കുന്നു കർത്താവെ. സുവിശേഷത്തിനായിട്ട് എത്രയോ പേര് എത്ര രക്തസാക്ഷിത്വം വഹിക്കുകയും ഇതെല്ലാം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളിലും ഒക്കെ കടന്നുപോയി. അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾ അങ്ങേക്കായിട്ട് പൂർണ്ണമായിട്ടും കർത്താവെ തുറന്നു തരുന്നു. ഞങ്ങളും കർത്താവെ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ അവിടുത്തെ സാക്ഷികളായിട്ട് അനേകർക്ക് അനുഗ്രഹമാകുവാൻ അവിടുത്തെ കർത്താവെ അവിടുത്തെ വെളിച്ചമായിട്ട് ശോഭിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിച്ചായിട്ട് നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു.